നാരായണമൂർത്തി നാരായണമൂർത്തി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം 5299 നമ്പർ സഭായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരുജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഈ സാംസ്കാരിക സമ്മേളനത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശാഖായോഗത്തിന്റെ പ്രഥമ പുരുഷൻ ഏറെ ബഹുമാന്യനായ കൃഷ്ണലാൽജി അവർകൾ ഈ മഹാസമ്മേളനം ദാർശനിക എളിമയുടെ അമൃതബിന്ദുക്കൾ കൊണ്ട് ഇവരെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത മുഖ്യാതിഥി കൂടിയായ ശ്രീമതി ദീപ്തി രാകേഷ് അവർകൾ, ഡൽഹി യൂണിയന്റെ സാരഥി ഏറെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ അവർകൾ, ശാഖായോഗത്തിന്റെയും യൂണിയന്റെയും വിവിധ സാരഥികൾ, വനിതാ സംഘത്തിന്റെ സാരഥികൾ, യൂത്ത് മൂവ്മെന്റ് ബാലജനയോഗം സാരഥികൾ, ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, സർവോപരി ശ്രീ നാരായണീയരായ എന്റെ സഹോദരങ്ങളെ, ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നാരായണ ഗുരുസ്വാമിയെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ നാം സംസാരിക്കുമ്പോൾ പലരുടെയും നെറ്റി ചുളിയുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? കഴിഞ്ഞ നൂറ്റാണ്ടിൽ എന്റെ മുത്തച്ഛനോടൊപ്പം ജീവിച്ച്, മുത്തച്ഛനെ പോലെ ജീവിച്ച്, ആഹാരം കഴിച്ച്, പായയിൽ കിടന്നുറങ്ങി, അങ്ങനെ കന്നി5-ന് നിര്യാണം സംഭവിച്ച ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്? ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. ഇതൊക്കെ അവിശ്വസനീയങ്ങളാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം ശ്രീ നാരായണ പരമഹംസർ അവതാരം ചെയ്ത കേരളത്തിന്റെ മണ്ണിൽ ഇന്നുണ്ട്. എന്നോട് നേരത്തെ പറഞ്ഞു, കോഴിക്കോട് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കോട്ടുളി എന്ന സ്ഥലത്ത് പ്രഭാഷണം ചെയ്യുന്ന അവസരത്തിൽ ഒരു ആൺകുട്ടി എഴുന്നേറ്റ് പറഞ്ഞതാണ്, സാറേ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അല്ലേ, സാറിങ്ങനെ പറയാൻ പാടുള്ളൂ. ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കൂല, ഞങ്ങൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. ചെറുപ്പക്കാരനാണ്, യുവത്വത്തിന്റെ പ്രതീകമാണ്, നല്ല തടിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവരത് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ്, മനസ്സുകൊണ്ട് ചിരിക്കുക, സന്തോഷമാണ് എനിക്ക്. കാരണം മറ്റൊരു കാര്യം പറയുവാൻ എനിക്ക് അവസരം കിട്ടി. ഇന്നേക്ക് 113 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫെബ്രുവരി, 1912 ഫെബ്രുവരി മാസം, ശിവഗിരി കുന്നിന്റെ താഴ്വരയിൽ ശ്രീ നാരായണ പരമഹംസർ ഹോമമന്ദിരത്തെ, ശാരദാമഠത്തിന്റെ ഇടത് ഭാഗത്തുള്ള ഹോമമന്ദിരത്തിന്റെ ചുവട്ടിലെ മാവിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നു. ഉച്ചകഴിഞ്ഞ സമയമാണ്, സായന്ത്രത്തിലേക്ക് അടുക്കുന്ന സമയമാണ്. പടിഞ്ഞാറേക്ക് ചായുന്ന സൂര്യന്റെ ചെങ്കിരണങ്ങൾ മാവിലച്ചാർത്തുകൾക്കിടയിലൂടെ ഉളിവിലായി വന്ന ശ്രീ നാരായണ പരമഹംസരെ തൊട്ടുവന്നിക്കുന്ന സമയം. കടൽക്കരയിൽ നിന്ന് വീശുന്ന കാറ്റ് മൗന നിലയിൽ മുഴങ്ങുന്ന ശ്രീ നാരായണ മന്ത്രങ്ങൾ ആലപിക്കുന്ന സമയം. ശ്രീ നാരായണ പരമഹംസർ ആ മാവിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നു. 1912 ഫെബ്രുവരി മാസം, ഉച്ചകഴിഞ്ഞ സമയം. അപ്പോൾ സ്വാമിപാദങ്ങൾ കരിയിലേക്ക് 2 പേര് വരുന്നുണ്ട്. ധാരാളം പേരുണ്ട്. സ്വാമി എവിടെയാണോ അവിടെ ധാരാളം പേര് എപ്പോഴും കാണും. ഇവിടെയും അങ്ങനെ തന്നെ. എല്ലാവരും സ്വാമിയോട് ഒട്ടകന്ന് അടുത്ത് നിൽക്കുന്നു. തൊട്ടടുത്ത് ആരും പോയി നിൽക്കാറില്ല കേട്ടോ. സ്വാമിക്കരികില് തൊട്ടടുത്ത് പോയി നിൽക്കാറില്ല. എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടെ, ഇന്നേറെ സ്നേഹത്തോടെ ഒട്ടകന്നാണ് നിൽക്കൽ. സ്വാമി എവിടെയാണോ അവിടെ ധ്യാന സമ്പൂർണമായ, പ്രാർത്ഥനാ നിർഭരമായ ഒരു നിശബ്ദത ഉണ്ടാവും. ആൾക്കാർ ഒറ്റ സംസാരിക്കില്ല, ബഹളം വയ്ക്കില്ല. അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ 1912 ആ ഫെബ്രുവരി മാസത്തിലെ സായന്തനത്തിലേക്ക് അടുക്കുന്ന ആ അപരാഹ്നത്തില് സ്വാമി നിർപ്പാദങ്ങൾ അവിടെ അങ്ങനെ മോദസ്ഥിതനായി കസേരയിൽ വിശ്രമിക്കുന്ന അവസരത്തിൽ സ്വാമി നിർപ്പാദങ്ങളുടെ അരികിലേക്ക് 2 പേർ വരികയാണ്.
ആരൊക്കെയാണ് അവര്? ഒന്ന് ടി കെ മാധവൻ, രണ്ട് പി നടരാജൻ. ഒന്ന് ടി കെ മാധവൻ, രണ്ട് പി നടരാജൻ. ഒന്ന് ടി കെ മാധവൻ, രണ്ട് പി നടരാജൻ. എന്തിനാ ആവർത്തിക്കുന്നത്? ആ പേരുകൾ എങ്ങനെയെങ്കിലും ഉള്ളിൽ നിൽക്കണം എന്ന് കരുതുന്ന. ആരാണ് ടി കെ മാധവൻ? ആരാണ് പി നടരാജൻ? പി നടരാജൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഇപ്പൊ പുതിയപ്പോലുള്ളവർക്കൊക്കെ സുപരിചിതനാണ്. കാരണം അദ്ദേഹം പിന്നീട് നടരാജ ഗുരുവായി ലോകത്തെമ്പാടും ഗുരുവിന്റെ ദർശനത്തെ വാനമ്പാടിയെ പോലെ പറഞ്ഞു നടന്നു. നടരാജഗുരു ഡോക്ടർ പൽപ്പുവിന്റെ മകനാണ്. മറ്റൊരാൾ ടി കെ മാധവൻ. ആരാ ടി കെ മാധവൻ? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ആദ്യത്തെ സംഘടനാ സെക്രട്ടറി. ഇവിടെ ഞാൻ വന്നപ്പോ പരിചയപ്പെട്ട ശ്രീ സതീശൻ ജി, അതുപോലെ കന്യാകുമാരിയിൽ നിന്നുള്ള ആൾക്കാര്, ഇവരൊക്കെ കണ്ടപ്പോഴത്തന്നെ എന്റെ മനസ്സിൽ ആദ്യത്തെ സംഘടനാ സെക്രട്ടറി എന്ന നിലയ്ക്ക് സ്വാമി തൃപ്പാദങ്ങളുടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് രസീതും പേനയും വാങ്ങിയിട്ട് ഭയഭക്തി ബഹുമാനത്തോടെ സ്വാമിയുടെ കാൽക്കൽ വന്ദിച്ചിട്ട് ടി കെ മാധവൻ എത്തിച്ചേരുന്നത് കുട്ടനാട്ടിലേക്കാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ കർമ്മകാണ്ഡം ആരംഭിക്കുന്നത്. ഇവരെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, പക്ഷെ ഇപ്പോഴും പറയാൻ വരുന്നില്ല, അത് പറയാനുള്ള സമയമില്ലാത്തവരുണ്ട്. ഇവിടെ കരുവാറ്റക്കാരും കൈനഗിരിക്കാരും ഒക്കെ എങ്ങനെ പെരുമാടിക്കാരൊക്കെയാണ്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരിവിടെ ഉണ്ട്. അങ്ങനെ സ്വാമിതൃപ്പാദങ്ങളിൽ വിശ്രമിക്കുന്ന അവസരത്തിൽ രണ്ടുപേര് വരുന്നു. എങ്ങനെയാ വരുന്നത്? പാദപതനത്തിന്റെ ശബ്ദം പോലും കേൾപ്പിക്കാതെ, കാൽക്കീഴിൽ കിരികിരിക്കുന്ന മണൽത്തരികളുടെ നാദം പോലും ഉണർത്താതെ, അത്രയ്ക്ക് ആദരവോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ സ്വാമിതൃപ്പാദങ്ങൾ കരികിലേക്ക് വന്നിട്ട് അവർ രണ്ട് കരങ്ങളും കൂപ്പി സ്വാമി കണ്ടോ? അവർ വന്നത് കണ്ടോ? എങ്ങനെയാ വന്നത്? ശിവഗിരിക്കുന്നിന്റെ താഴ്വരയിലെമ്പാടും കടൽക്കരയിൽ നിന്ന് കൊണ്ടുവന്ന് നിറച്ച മണലാണ്. ആ മണലിന് ഒരു പ്രത്യേകതയുണ്ട്. നാം നടക്കുന്ന അവസരത്തിൽ കാൽക്കരി കിരി 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 എന്നിങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കും. അതുപോലും ഉണർത്താതെ അത്രയ്ക്ക് ആദരവോടെയാണ് വരുന്നത്. അങ്ങനെയാണ് സ്വാമിതൃപ്പാദങ്ങളുടെ അരികില് ഏവരും അങ്ങനെയാണ്. ഓർക്കുക, ജീവിച്ചിരുന്നൊരു കാലം ആരും പൂവിട്ട് പൂജിച്ചിരുന്നു നാരായണ ഗുരുസ്വാമി. ആരും ആ ബ്രാഹ്മണനായ ഉള്ളൂർ പരമേശ്വരയ്യരാവട്ടെ, നായർ ഭക്തജനസംഘത്തിന്റെ തുടക്കംകാരനായ മന്നത്ത് പത്മനാഭനാവട്ടെ, മഹാത്മാ അയ്യങ്കാളിയാവട്ടെ, വീട്ടി ഭട്ടതിരിപ്പാടാവട്ടെ, നയഗോവിന്ദനായ ശ്രീ രാജഗോപാലാചാര്യ ആവട്ടെ, ആരുമാവട്ടെ, ആരാരരികിലേക്ക് അണയുന്നുവോ അവരൊക്കെ തന്നെയും ഗുരുവിന്റെ ആരാധകരായി മാറുമായിരുന്നു. ോ ആരാരരികിൽ ചെല്ലുന്നുവോ, സ്വാമിയെ കാണുന്നുവോ, ആ പാദങ്ങളിൽ അറിയാതെ വന്ദിച്ചു പോകുമായിരുന്നു. അതാണ് സ്വാമിയുടെ വിശേഷം. അങ്ങനെയുള്ള സ്വാമിക്ക് അരികിലേക്ക് ഞാൻ രണ്ടുപേര് വരുന്നു. അവര് രണ്ട് കരങ്ങളും നോക്കി നിൽക്കുകയാണ് സ്വാമി വിളിച്ചിട്ട്. സ്വാമി അവരെ നോക്കി, അവർക്കെന്തോ പറയാനുണ്ട്. അപ്പൊ അവര് പറയുന്നു, സ്വാമി ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. അല്ല, സ്വാമി പറയും ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് എന്നാലും പറയില്ല, ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്, പറഞ്ഞുകൊള്ളൂ എന്ന അർത്ഥത്തിൽ സ്വാമി മുഖത്തെ പുഞ്ചിരി ഒന്ന് വികസിപ്പിച്ചു. ഇപ്പൊ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും, സ്വാമി പുഞ്ചിരിക്കൂ, നാരായണ ഗുരുസ്വാമി പുഞ്ചിരിക്കുമോ, സ്വാമി ചിരിക്കുമോ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മോൾക്ക് ഒരു സംശയമാണ്. കാരണം എന്താ? ഈ ലോകത്തൊക്കെയുമുള്ള ചിത്രങ്ങൾ, സ്വാമിയുടെ ചിത്രങ്ങൾ, ഫോട്ടോകൾ, വരച്ചിട്ടുള്ള ചിത്രങ്ങൾ, പ്രതിഷ്ഠകൾ, വിഗ്രഹങ്ങൾ, ഇവയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ അനന്തതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന, യോഗനയനങ്ങളും വായിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരവഭാവത്തിലുള്ള ഗുരുവിന്റെ മുഖമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, സ്വാമിയുടെ മുഖം അങ്ങനെയല്ല. ഇത് എങ്ങനെയാണ്? സ്വാമിയുടെ സ്വരൂപം എന്താണ്? നാം ആരും കണ്ടിട്ടില്ല, പക്ഷെ കണ്ടിട്ടുള്ള ആൾക്കാർ കൃത്യമായി വരച്ചു വെച്ചിരിക്കുന്നു. സുവർണ വർണ്ണം, സുവിഭക്ത ഗാത്രം, ആജാനുബാഹും, വിശദോന്നതാംസം, വിശാലഭാലം, കമലായദാക്ഷം, തുംഗനാസം, സുമനോഹരാസ്യം. ഇനി കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സിൽ വരേണ്ട രൂപമാണ് സുവർണ വർണ്ണം. നല്ല സ്വർണത്തിന്റെ നിറമാണ്. നമുക്ക് ആർക്കും ആ നിറം കിട്ടിയിട്ടില്ല. ആരാര് കാണുന്നുവോ കാണുന്നവരൊക്കെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോകുന്നു. സുവർണ വർണ്ണം, തനി തങ്കത്തിന്റെ നിറം. ഗ്രാമ്യഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ല പൂവൻപഴത്തിന്റെ നിറമാണ്. ഏതൊരാൾക്കൂട്ടത്തിലും കണ്ടറിയാൻ പറ്റും സ്വാമിയെ, വ്യതിരിക്തനായിട്ട് അറിയാൻ പറ്റും സ്വാമിയെ, എവിടെയും തിരിച്ചറിയാൻ പറ്റും. സുവർണ വർണ്ണം, സുവിഭക്ത ഗാത്രം. ആ ഗാത്രം എങ്ങനെയാണ്? ശരീരം എങ്ങനെയാണ്?
ശരീരത്തിലെ ഓരോ അവയവവും ഒന്നിനൊന്നോട് ചേർന്ന അനുപമമായ പുരുഷലാവണ്യത്തിന്റെ തിരുസ്വരൂപമായി വർദ്ധിക്കുന്നു നാരായണ പരമഹംസ. എന്തോ സുവർണവർണം സുവിഭക്ത ഗാത്രം ആജാനുബാഹും. സ്വാമിയുടെ പ്രത്യേകതയാണ് എന്താ? ആജാനുബാഹും. ബാഹുക്കൾ ജാനുക്കളോളം വരും. ബാഹുബലി നിങ്ങൾക്കറിയാം. ബാഹു എന്ന് വെച്ചാല് കൈകൾ നീട്ടിട്ട് ജാനുക്കളോളം വരും. ജാനു പ്രകാശന്റെ ഭാര്യ ആണോ? ജാനു കാൽമുട്ട് കണ്ടോ? കാൽമുട്ടോളം വരും. നമ്മുടെ ആരുടെയെങ്കിലും കൈകൾ അവിടെ വരെ വരുന്നുണ്ടോ? ഇല്ല. ഇരിക്കുന്ന ആൾക്കാർ വേണേ എത്തിച്ചു പിടിക്കും. ഇങ്ങനെയല്ല, നേരെ വെച്ചാൽ വരില്ല. നീ നിടംപെട്ട കൈകളാണ്. ഉത്തമ പുരുഷ ലക്ഷണമാണത്. നമ്മുടെ കൈകള് തുടയിന്റെ പകുതിയോളം മാത്രമേ എത്തുള്ളൂ. ഇത് അങ്ങനെയല്ല, നീണ്ട കൈകളാണ്. സുവർണ വർണ്ണം സുവിഭക്ത ഗാത്രം ആചാനുബാഹും വിശദോന്നതാംസം. അംശങ്ങൾ, കോളലുകൾ വിടർന്നുയർന്നു നിൽക്കുന്നവയാണ്. കണ്ടോ? മസിൽമാൻ അല്ല. എങ്ങനെയാണ്? കണ്ടാൽ മനസ്സിലാവും. വിളിഞ്ഞിട്ടാണ്. സ്വാമി തൃപ്പാദങ്ങൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്ന അവസരത്തിൽ പോലുമുള്ള ഫോട്ടോകൾ നമുക്ക് ലഭ്യമാണ്. ആ പുസ്തകത്തിലുണ്ട്. സ്വാമിയുടെ അപൂർവമായ കുറെ ചിത്രങ്ങൾ അതിലുണ്ട്. അതിൽ നോക്കുമ്പോൾ മനസ്സിലാവും. സുവർണ വർണ്ണം സുവിഭക്ത ഗാത്രം ആചാനുബാഹും വിശദോന്നതാംസം. പിന്നെയോ വിശാല പാലം, വിസ്തൃതമായ നെറ്റിത്തട, വിശാല പാലം, കമലായതാക്ഷം, സുന്ദരമായ കണ്ണുകൾ. സുന്ദരമായ കണ്ണുകൾ. അത് കണ്ണിനപ്പുറം, കാലുകൾക്കപ്പുറം, കാലങ്ങൾക്കപ്പുറം, കാലത്തിനപ്പുറം കാണുന്ന കണ്ണുകൾ. അതാണ് സ്വാമിയുടെ കണ്ണുകൾ. ആ കണ്ണുകളെ കുറിച്ച് ആദ്യമായി സംസാരിച്ചവിടെ പ്രീതി പറഞ്ഞു. ആരാണ്? എവിടെയാണോ മനസ്സ് നിർഭയമായും ശിരസുയർന്നും നിൽക്കുന്നത്, എവിടെയാണോ കുടില ചിന്തകൾ കൊണ്ട് ദേശീയ ബോധം ഇടുങ്ങിപ്പോവാത്തത്, അവിടേക്ക് എന്റെ രാജ്യത്തെ, ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് എന്റെ രാജ്യത്തെ ഉയർത്തേണമേ എന്ന് പ്രാർത്ഥിച്ച വംഗദേശത്തിന്റെ ഗുരുദേവ്, ബംഗാളിന്റെ ഗുരുദേവ് ആരാ? ബംഗാളിന്റെ ഗുരുദേവ് ആരാ? രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹമാണ് സ്വാമി തൃപ്പാദങ്ങളുടെ കണ്ണുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ആദ്യം പറയുന്നത്. അതും ഒരു ഋഷിയാണ്, അതും ഒരു ഗുരുദേവാണ്. ഒരിക്കൽ വന്നു സ്വാമിയെ കാണാൻ. എന്നാ വന്നത്? സ്വാമിയുടെ ജീവിതത്തിൽ പ്രത്യേകതയാണ്. ഒന്നറിഞ്ഞാൽ പിന്നെ മറക്കൂല. സ്വാമിയുടെ പ്രത്യേകതയാണ്. ആ രവീന്ദ്രനാഥ ടാഗോർ സ്വാമി തൃപ്പാദങ്ങളെ കാണാൻ വന്ന തീയതി 22/11/22. കണ്ടോ? കുട്ടികൾ പറയുന്ന മാതിരിയാണ്. ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും മോളിക്കുലാർ ഫോർമുല പറയുന്ന മാതിരി, C6H12 O11 എന്നൊക്കെ പറയുന്ന മാതിരി 22/11/22. ഏതാ? 1922 നവംബർ മാസം 22 എന്നാ വരുന്നത്. സ്വാമിയുടെ ജീവിതമേ അങ്ങനെയാണ്. പക്ഷേ നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. എന്നാ സ്വാമി തൃപ്പാദങ്ങൾ ഭൂമിയിലേക്ക് തിരികെ അവതാരം ചെയ്തത് കൊല്ലവർഷം 1032. മറന്നുപോകും, അറിയാം, മറന്നുപോകും. പക്ഷേ നമുക്ക് എത്ര പല്ലുണ്ട് എന്ന് ചോദിച്ചാൽ മറക്കില്ല. എത്രയാ? 32. ഇനി മറക്കില്ല. മലയാള വർഷം 1032ലാണ്. 1032ലാണ് നാരായണ ഗുരുസ്വാമി വയൽവാരം വീടിന്റെ മണിമുറ്റത്ത് തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന വടക്കേലിൽ, അവിടെ ജഗന്മാതാവായ കുട്ടിയമ്മയുടെയും ലോകനാഥനായ മാടനാശാന്റെയും ആദ്യത്തെ അരിമ പ്രധാനമായി തിരു അവതാരം ചെയ്തു. ഏത് വർഷമാണ്? 1032. തീർന്നില്ല. എന്നാണ് സ്വാമി തൃപ്പാദങ്ങൾ ആദ്യത്തെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നത്? 1888. അന്ന് സ്വാമിക്ക് എത്ര വയസ്സുണ്ട്? 32 വയസ്സ്. 1032 ശ്രീനാരായണ ഗുരുദേവൻ 32ാമത്തെ വയസ്സിലാണ് ഇന്ന് നാം അരിവുപ്പുറം എന്ന് വിളിക്കുന്ന അന്നത്തെ ശങ്കരൻകാട്ടിൽ. ആ സ്ഥലത്തിന്റെ പഴയ പേരെന്താ? ശങ്കരൻകാട്. ശങ്കരൻകുടി. ചൊക്കൻകാണി മലയ്ക്ക് ഇപ്പോൾ ഒരു പേരുണ്ട്, കുടിതൂക്കിമല. പോയിട്ടുണ്ടോ? ചില ശിരസൊക്കെ ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് അല്ലെ? കൊടിതൂക്കിമല. എന്താണ് കൊടിതൂക്കിമല എന്ന് വിളിക്കുന്നത്? ബ്രിട്ടീഷുകാര് ഭൂമി കണ്ടെടുത്ത് നടത്തിയപ്പോ തിയഡോലൈറ്റ് സർവേ, കണ്ണാടി സർവേ
ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് വെച്ചുള്ള ഏരിയ കാൽക്കുലേഷൻ നടത്തുന്ന വലിയ ഏരിയയുടെ വിസ്തീർണം കാണാൻ വേണ്ടിയുള്ള സർവേ നടക്കുന്ന അവസരത്തിൽ അവിടുത്തെ ഏറ്റവും ഉയർന്ന മലയ്ക്ക് മുകളിലാണ് ചുവന്ന കൊടി ഉയർന്നൊരു കമ്പിൽ തൂക്കി വെച്ചിരുന്നത്. അത് വെച്ചിട്ടാണ് ദൂരെ നിന്ന് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ വിളിക്കുന്നവര് കൊടി തൂക്കും ചെക്കൻകാണി. അപ്പൊ അങ്ങനെ നാരായണ ഗുരുസ്വാമി ശങ്കരൻകാടിൻ തൊട്ടരികിലൂടെ ഒഴുകിപ്പോകുന്ന നെയ്യാറിന്റെ കറുത്ത കയത്തിൽ നിന്ന് ശങ്കരൻകുടിയിൽ നിന്ന് ശിവലിംഗ രൂപത്തിലുള്ള ഒരു ശിലാശകലത്തെ എടുത്ത് അങ്ങനെ അടിമത്തത്തിൽ ആണ്ടുപോയ ഇരുമ്പയിൽ ആണ്ടുപോയ ദൈവം എന്തെന്നറിയാതെ അറിവെന്തെന്നറിയാതെ അറിവിൽ നിന്നും ആരാധനയിൽ നിന്നും അനേക നൂറ്റാണ്ടുകളായി അകറ്റി നിർത്തപ്പെട്ട അധകൃതരെന്ന് അധിക്ഷേപിക്കപ്പെട്ട അവർണരെന്ന് അപഹസിക്കപ്പെട്ട സാധു ജനങ്ങളെ ദൈവത്തിന്റെ മഹസ്സിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടെ ഒരു ഈശ്വരനെ പ്രതിഷ്ഠിച്ചത് 1888 അന്ന് സ്വാമി പ്രഭാതങ്ങൾക്ക് 32 വയസ്സാണ്. തീർന്നില്ല. അന്ന് പുലർച്ചെ ആ ശിവരാത്രി നാളിന്റെ പിറ്റേന്ന് പുലർച്ചെ സ്വാമി തൃപ്പാദങ്ങൾ അവിടെ ആദ്യത്തെ സന്ദേശം നൽകി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നല്ല. മാണിസാറ് പാലയിൽ ഇരിക്കട്ടെ പാവം. മാണിത് എന്നല്ല, സ്വാമി തൃപ്പാദങ്ങൾ അന്ന് മുടിഞ്ഞത് മാതൃകാസ്ഥാനമാമിത് എന്നാണ് പറഞ്ഞത്. മാം ഇത് ഇപ്പോഴല്ല ആവും എന്നാണ് പറഞ്ഞത്. ഇത് നമുക്ക് ലഭിക്കുന്നത് മണക്കാട് ഗോവിന്ദനാശാന്റെ നോട്ട് ബുക്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കക്ഷിയാണ് മണക്കാട് ഗോവിന്ദനാശാൻ. അദ്ദേഹത്തിന്റെ നോട്ട് ബുക്കിൽ പുള്ളി ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ 4 എനിക്ക് എത്ര അക്ഷരമുണ്ട് ശ്രദ്ധിച്ചോ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. എത്ര അക്ഷരമുണ്ട്? ഒന്നാമത്തെ വരിയിൽ ജാതി ഭേദം 4 അക്ഷരം, മതദ്വേഷം 4 അക്ഷരം. ഒന്നാമത്തെ വരിയിൽ 4 + 4 എത്രയാ? 8 അക്ഷരം. രണ്ടാമത്തെ വരിയിൽ 8 അക്ഷരം, മൂന്നാമത്തെ വരിയിൽ 8 അക്ഷരം, നാലാമത്തെ വരിയിൽ 8 അക്ഷരം. ആകെ എത്രയായി? 4 × 8 = 12. എത്രയാ? 32 അക്ഷരമാണ്. ഉണ്ടോ? 1032 പിറന്ന ശ്രീ നാരായണ ഗുരുദേവൻ 32ാമത്തെ വയസ്സിൽ ആദിമ ദ്രാവിഡ സങ്കല്പമായ ഈശ്വരൻ, ഒരു ഉഗ്രൻ ശിവൻ, ശിവസങ്കല്പത്തിൽ ഒരു ശിലാശകലത്തെ പ്രതിഷ്ഠിച്ചിട്ട് 32 അക്ഷരങ്ങൾ കൊണ്ട് ആദ്യത്തെ സന്ദേശം കൊടുത്തു ജനങ്ങൾക്ക്. തീർന്നില്ല. 903 ശിവഗിരിയിലെത്തി. അന്നതിന്റെ പേര് ശിവഗിരി എന്നല്ല, വർത്തലക്കുന്ന്. ആരും കിടക്കാത്ത വൃത്തികെട്ട പ്രദേശം. അവിടെ താമസമാക്കിയതിനു ശേഷം അവിടെ ശാരദാ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് സ്വാമി 2ാമത്തെ സന്ദേശം നൽകി, ശിവഗിരി സന്ദേശം. ഏകജാതി ഭവത്യേക ദൈവമേക മതം മുതം തസ്മാദ ഭേദോ വയവ വയം സർവേ സഹോദരഃ. എത്ര അക്ഷരം? 32 അക്ഷരം. തീർന്നില്ല. അതേ വർഷം 1912 ശാരദാ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 3ാമത്തെ കർമ്മമണ്ഡലമായി ചൂർണി നദിക്കരിയും. ഏതാണ് ഈ ചൂർണി നദി? ഏതാണ് ഈ ചൂർണി നദി? പഴയ കാലത്ത് കേരളത്തിലെ പ്രസിദ്ധമായ ഒരു നദിയെ ആൾക്കാർ വിളിച്ചിരുന്ന പേരാണ് ചൂർണി നദി, പൂർണാ നദി, ചൂർണാ നദി എന്നൊക്കെ വിളിക്കുമായിരുന്നു. ഞാൻ മലനാട്ടുകാരനാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മുല്ലപ്പെരിയാറിന്റെ ഒക്കെ ചുമതലക്കാരനായി. ഇപ്പൊ ആ നദിയുടെ പേരിൽ പിടികിട്ടിക്കാണ്. ഏതാ? പെരിയാർ നദി. ആ പെരിയാർ നദിക്കരയിൽ ആശ്രമം സ്ഥാപിച്ചിട്ട് അവിടെ വെച്ച് 3ാമത്തെ സന്ദേശം. ഏതാ 3ാമത്തെ സന്ദേശം? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ബാക്കി ഏതെങ്കിലും ഘട്ടത്തിൽ വരണമെന്നാണ് ഞാൻ ഓർക്കുന്നത്. 3ാമത്തെ ലോകം ഹൃദയം കൊണ്ട് സ്വീകരിച്ച സന്ദേശം. അത് 32 അക്ഷരമാണ്. പക്ഷെ ഞാൻ 16 അക്ഷരേ പറഞ്ഞുള്ളൂ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഇവിടെ ഉണ്ട് അല്ലേ? അതാണ്. ബാക്കി 16 അക്ഷരം ഏതാണ്? പറയാമോ? കഴിയുന്നില്ല അല്ലേ? പല ആൾക്കാർ പറയാൻ തൊട്ട് താഴെയുണ്ട് മതമേതായാലും മതി. അതല്ല കേട്ടോ. യേശുദാസ് അന്ന് പാടിയ ആ കാര്യം വേണ്ടി ഓർത്താൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അടുത്തത് എന്താ? മതമേതാ? ആണോ? അല്ല. നേതാ
ഒരു യോനി ഒരാധാരം ഒരു ഭേദവുമില്ല. ഇത്ര സയന്റിഫിക് ആയിട്ടാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത്. ഒരു ആന്ത്രോപോളജിസ്റ്റിനെ പോലെ, ബയോളജി ശരിക്കും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ പോലെ എത്ര കൃത്യമായിട്ടാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത്. ലോകത്തൊരു ജാതിയേ ഉള്ളൂ, ഒരു മതമേ ഉള്ളൂ, അവർക്കാകെ ഒരു ദൈവമേ ഉള്ളൂ. ഉണ്ടോ? എന്തുകൊണ്ടൊരു ജാതി, എന്തുകൊണ്ടൊരു മതം? സ്വാമി പറഞ്ഞിരിക്കുന്നു ഒരു യോനി. അതാ കാരണം ലോകത്തിലെ സകലമാന മനുഷ്യന്മാരും നടക്കുന്നത് ഒരേ രീതിയിലാണ്. അവരെല്ലാം ഒരു അമ്മയുടെ വയറ്റില് 9 മാസവും 9 ദിവസവും അവിടെ വിശ്രമിച്ചിട്ട് ആണ് ഇറങ്ങി പോരുന്നത്. ഏതെങ്കിലും ഒരാള് 1.5 വർഷം വയറ്റിൽ കിടന്ന് പറയാൻ പറ്റില്ല. ഉണ്ടോ? അങ്ങനെയാണ്. ഒരു യോനി, ഒരു ആകാരം. ലോകത്തിൽ എവിടെ പറക്കുന്ന മനുഷ്യനും, അത് ആഫ്രിക്കയിലാവട്ടെ, അഫ്ഗാനിസ്ഥാനിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, ഓസ്ട്രേലിയയിലാവട്ടെ, എവിടെയുമായി എവിടെയും പറക്കുന്ന മനുഷ്യന്റെ കഴുത്തിന് മേലെ അവന്റെ ഒരു ഭൂഗോളമുണ്ട്. ഗോളത്തിന് 2 കൈകളുണ്ട്, ഇവിടെ 2 കാലുകളുണ്ട്. എല്ലാത്തിനും ഒരുപോലെയാണ്. ഉണ്ടോ? ഒരേ ആകൃതിയാണ്, ഒരേ രീതിയിൽ പിറവിക്കൊള്ളുന്നു, ഒരേ ആകൃതിയാണ്. അങ്ങനെയുള്ളവരെല്ലാം ഉണർന്നു വരുന്നതെല്ലാം ഒരു ജാതി എന്ന് സ്വാമി തൃപ്പാദങ്ങൾ ഒത്തിരി തവണ പറഞ്ഞിട്ടും നമുക്ക് മനസ്സിലായിട്ടില്ല. നാം അതിലേക്ക് വന്നിട്ടില്ല. അത് പോകട്ടെ. അങ്ങനെ നൽകിയ അദ്വൈതാശ്രമത്തിലെ സന്ദേശത്തിനും 32 അക്ഷരം. തീർന്നില്ല. സ്വാമി തൃപ്പാദങ്ങൾ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളുടെ എണ്ണം 32. സ്വാമി തൃപ്പാദങ്ങൾ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളുടെ എണ്ണം 32. ഇവിടെ വളരെ മനോഹരമായിട്ട് ശ്രേയമോള് ദൈവദശകം ആലപിച്ചു. എത്ര അക്ഷരമുണ്ട് ദൈവദശകത്തിന്? 32 ഗുണം 10 320. സ്വാമി തൃപ്പാദങ്ങൾ എഴുതിയതായി നമുക്ക് കിട്ടിയിരിക്കുന്ന കൃതികൾ എത്രയുണ്ട്? 32 ഗുണം 2 64. തീർന്നോ? ഇല്ല. എന്നാണ് ആദ്യമായി പ്രതിഷ്ഠ നടത്തിയത്? 1888. 1888 ഇന്നത്തെ അരിവുപ്പുറത്ത് വെറും ഒരു പാറക്കല്ലിൽ കുഴിച്ച കൊടിയില് ഒരു ശിലാശകലത്തെ എടുത്തു വെച്ചുകൊണ്ട് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച നാരായണ ഗുരുസ്വാമി കൃത്യം 32 വർഷം കഴിഞ്ഞപ്പോ പരമ്പരാഗതമായ വിഗ്രഹ പ്രതിഷ്ഠകൾ ഉപേക്ഷിച്ചു. പരമ്പരാഗതമായ വിഗ്രഹ പ്രതിഷ്ഠകൾ ഉപേക്ഷിച്ചു. പിന്നെ ശിവനെ പ്രതിഷ്ഠിച്ചില്ല, പിന്നെ നവീ പ്രതിഷ്ഠകൾ. അങ്ങനെ 1920 ജൂൺ മാസം 20-ാം തീയതി 20/5/20 കണ്ടോ? ഓർക്കാവുന്ന ഡേറ്റ് ആണ്. 20/5/20 20-ാം തീയതി തൃശ്ശൂരിൽ വാടാനപ്പള്ളിക്കടുത്ത് കാരമുക്കില് അവിടുത്തെ കവരവിളക്കിൽ അഗ്നിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു പുതിയ പ്രതിഷ്ഠാസങ്കല്പത്തിന് തുടക്കം കുറിച്ചു ശ്രീ നാരായണ. അഗ്നി ആരാണ്? സ്വാമി പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാണ് അഗ്നി? നമ്മെ സംബന്ധിച്ച് ഭക്ഷണം പാകം ചെയ്യാനുള്ള തീയാണ്. സ്വാമി പറയുന്നു, ഓം അഗ്നി തവ യത്തേജസ്ബ്രാഹ്മം അധസ്ഥം പ്രത്യക്ഷം ബ്രഹ്മാസി. അല്ലയോ അഗ്നി, അങ്ങേക്കുള്ള മഹത്വം, അങ്ങേക്കുള്ള തേജസ് അത് ബ്രഹ്മത്തിൻ്റെതാണ്, ബ്രഹ്മത്തിന്റെ തേജസ്സാണ്. അതുകൊണ്ട് പ്രത്യക്ഷ ബ്രഹ്മമാണ് അഗ്നി എന്നാണ് പറയുന്നത്. സ്വാമി പറഞ്ഞു തന്നതാണ്. സ്വാമി നമുക്ക് പറഞ്ഞു തന്നതാണ്. അങ്ങനെ ഗുരുവിന്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തെയും നമ്മൾ ഇങ്ങനെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ചങ്ങല പോലെ കൊളുത്തിയിട്ടിരിക്കുക. പഠിക്കാൻ എന്തെളുപ്പാണ്, ഗുരുവിനെ കുറിച്ച് അറിയാൻ എന്തെളുപ്പാണ്, വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ള ഗുരുവിനെ കാണാൻ 22/11/22 എത്തിച്ചേരുന്നു വംഗദേശത്തിന്റെ ഗുരുദേവ്. വംഗദേശത്തിന്റെ ഗുരുദേവ്, ഇത് ലോകത്തിന്റെ ഗുരുദേവൻ കാണാൻ വരികയാണ്. രവീന്ദ്രനാഥ ടാഗോർ വരുന്നു, ജനഗണമനയുടെ കർത്താവ് വരുന്നു. ആദ്യമായിട്ട് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഗീതാഞ്ജലിയിലൂടെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന മഹാസാഹിത്യകാരൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, കാണുന്നവരൊക്കെ ആദരിക്കുന്ന മഹാദാർശനികൻ, ഋഷിയെ പോലെ ജീവിക്കുന്ന, യോഗിവര്യനെ പോലെ ജീവിക്കുന്ന രവീന്ദ്രനാഥ ടാഗോർ വരികയായി. എന്തിനാ വന്നത്? സ്വാമിയെ കാണാനൊന്നും അല്ല വന്നത്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിക്കണം, കാശ് വേണം. അങ്ങനെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലെമ്പാട് സഞ്ചരിക്കുന്ന അവസരത്തിൽ കേരളത്തിന്റെ മണ്ണിൽ വെട്ടിയെത്തി. അവിടെ വന്നപ്പോ കേരളത്തിന്റെ ദാർശനികനെ
ശ്രീ നാരായണ ഗുരുദേവനെ, ശ്രീ നാരായണ പരമഹംസരെ കാണണമെന്ന് ഉള്ള അതിയായ ആഗ്രഹമുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അതനുസരിച്ച് ഒരു കത്തെഴുതി. ആരാ പ്രൈവറ്റ് സെക്രട്ടറി? ഒരു പാതിരിയാണ്, ഒരു പള്ളിയിലച്ചനാണ്, ബൈബിൾ പഠിച്ചയാളാണ്. അദ്ദേഹത്തിന്റെ പേര് CF ആൻഡ്രൂസ് എന്നാണ്. CF ആൻഡ്രൂസ് എന്നാണ്. ബൈബിൾ പഠിച്ചയാളാണ്. ക്രിസ്ത്യൻ തിയോളജിയില്, ക്രിസ്തീയ ദൈവ സാഹിത്യത്തില് വളരെ കൂടുതൽ അറിവുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ കൂടെ കേരളത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം ശിവഗിരിയിലേക്ക് കത്തെഴുതി. ഡോക്ടർ പൽപ്പു മറുപടി കത്തെഴുതി. അങ്ങനെ നവംബർ മാസം 22-ാം തീയതി അവിടേക്ക് എത്തിച്ചേരുന്നതിനുള്ള സമയം നിശ്ചയിച്ചു. അവർ വരാൻ തയ്യാറായി. നവംബർ മാസം 21-ാം തീയതി രാവിലെ മുതൽക്ക് തന്നെ ശിവഗിരി കുന്നിന്റെ താഴ്വരകളിൽ ഭക്തജനങ്ങളെ കൊണ്ടങ്ങ് നിറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഭക്തജനങ്ങളെ കൊണ്ട്, നാരായണീയ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. രണ്ട് മഹാത്മാക്കളുടെ സംഗമമാണ്. രണ്ട് മഹാപ്രതിഭകളുടെ സമാഗമമാണ്. അത് കാണുന്നതിന് വേണ്ടിയിട്ട്, കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ആ പ്രദേശത്താകെയും ഒരു ഉത്സവ ഛായയോടുകൂടി ധാരാളം ആൾക്കാർ എത്തിച്ചേർന്നു. SNDP യോഗത്തിന്റെ പ്രവർത്തകരും എല്ലാവരും അടുത്ത പ്രവർത്തകരൊക്കെ ചേർന്ന് അവിടെ ഒക്കെ അലങ്കരിച്ചു, ഗംഭീരമായി അലങ്കരിച്ചു. പക്ഷെ അലങ്കരിക്കാൻ പോയിട്ട് സ്വാമി പറഞ്ഞത്, അധികം അലങ്കാരങ്ങളൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. നമ്മൾ വിടും, നമ്മൾ നന്നായിട്ട് അലങ്കരിച്ചു. അന്ന് നവംബർ 21-ാം തീയതി രാത്രി ഗംഭീരമായൊരു മഴ പെയ്തു. അന്ന് നമ്മുടെ പ്ലാസ്റ്റിക് തോരണങ്ങളില്ല, വർണ്ണക്കടലാസേ ഉള്ളൂ. വെള്ളമിട അപ്പൊ ഇറ്റു പോകുന്ന വർണ്ണക്കടലാസേ ഉള്ളൂ. വർണ്ണക്കടലാസ് മുഴുവൻ ഇറ്റങ്ങ് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ചാക്ക് കരുന്ന് മാത്രമേ ഉള്ളൂ. സ്വാമി അപ്പോഴേ രാവിലെ സ്വാമി ഇരിക്കുന്ന വൈദിക മഠത്തിന് അരികിലേക്ക് ഒരു ഭക്തൻ ഓടി വന്നിട്ട് പറഞ്ഞു, സ്വാമി, ഇന്നലത്തെ കാറ്റത്തും മഴയത്തും എന്റെ വീട്ടിലെ 2 തെങ്ങുകൾ പടന്നുപോയി സ്വാമി. പടന്നു പോകുന്ന താഴെ വീണുപോയി സ്വാമി. സ്വാമി അവനെ പുഞ്ചിരിച്ചു. അതിന് നേരെ വെക്കാൻ കഴിയുമോ? കഴിയില്ല സ്വാമി, അതിന് ഉണങ്ങിപ്പോവുകയേ ഉള്ളൂ. നെല്ലിന്റെ വേര് കണ്ടിട്ടിന്റെ തെങ്ങിന്റെ വേര് കണ്ടിട്ടില്ല, തായ് വേരില്ല, കുറെ കൊച്ചു വേരുകളേ ഉള്ളൂ. അപ്പൊ മറിഞ്ഞു വീണാൽ പിന്നെ വീണ്ടും എടുത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞപ്പോ സ്വാമി പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, അതിന്റെ കുരുത്തോരയ്ക്കുള്ളിൽ മണ്ടയ്ക്ക് അതിന്റെ കൂമ്പുണ്ട്, വളരെ മൃദുവാണ്, അത് ചെത്തിക്കൊണ്ടേക്ക് വാങ്ങുക. സ്വാമി കൽപ്പിച്ചതല്ലേ. സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് അദ്ദേഹം പോയിട്ട് കൈതക്കോണത് അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ വീട്. അവിടെ പോയിട്ട് അതിന്റെ മണ്ട, വളരെ മൃദുവായ മണ്ട ആ ഭാഗം ചെത്തിക്കൊണ്ടുപോകും. അന്ന് ഉച്ച കഴിഞ്ഞ സമയത്താണ് വിശിഷ്ട അതിഥികൾ വരുന്നു. നല്ല ചന്ദന ക്രീം കളറിലെ മസിലിനൊക്കെ ആയിട്ട് ദുഭാഷത്തൊക്കെ ഇട്ട് ഇങ്ങനെ തച്ചുകൊടുത്ത്, ഇങ്ങനെ വളഞ്ഞ ചെരുപ്പും മാപ്പാസൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല സുന്ദര കളയവനായി ആരാര് കണ്ടാലും നോക്കുന്ന രീതിയിൽ വംഗദേശത്തിന്റെ ഗുരുദേവ അദ്ദേഹത്തെ പല്ലക്കിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പല്ലക്കിൽ എടുത്തുകൊണ്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആവട്ടെ കോട്ടും സൂട്ടും ഹാറ്റും ബൂട്ട്സും ഒക്കെ ഇട്ടിട്ട് നല്ല സായിപ്പ് വേഷത്തിൽ അദ്ദേഹം പിന്നാലെ തൊട്ടടുത്ത് നടന്നു വരികയാണ്. അവർ രണ്ടുപേരും വന്നിട്ട് ഇന്നത്തെ ശാരദാമഠത്തിന് തൊട്ട് വലത്ത് ഭാഗത്തുള്ള ആ വലിയ വൃക്ഷമുണ്ടല്ലോ, പാമ്പിനെ പോലെയുള്ള പൂ പിടിക്കുന്ന വൃക്ഷം, വലിയ കായ പിടിക്കുന്ന വൃക്ഷം, അശോകമരം എന്നൊക്കെ വിളിക്കാറുണ്ട്. അതിന്റെ ചുവട്ടിലേക്ക് ചെരുപ്പുകളൊക്കെ അടിച്ചു വെച്ചിട്ട് അവരവിടെ നിന്ന് ശാരദയുടെ അരികിൽ ചെന്നൊന്ന് വധിച്ചിട്ട് നേരെ പുറകോട്ട് നടന്ന് വൈദിക മഠത്തിലേക്ക് വരികയാണ്. വൈദിക മഠത്തിലേക്ക് വരിക. അപ്പൊ ഒരു കുഴപ്പമുണ്ട്. വൈദിക മഠത്തില് എല്ലാവരും വന്ന് നിൽപ്പുണ്ട്. ഡോക്ടർ പൽപ്പുണ്ട്, കുമാരമക്കയിലുണ്ട്, ഇല്ല പിന്നെ ജഡ്ജി അയ്യാക്കുട്ടി ജഡ്ജി, അവരൊക്കെയുണ്ട്. അങ്ങനെ പ്രസിദ്ധരും പ്രഗത്ഭരുമായ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ആ സമയത്ത് അവരൊക്കെ അന്താളിപ്പിച്ചൊരു സംഗതിയുണ്ട്. എന്താണ്? വിശിഷ്ടാതിഥികൾ വരാൻ വൈകിയത് കൊണ്ട് സ്വാമി വൈദിക മഠത്തിന്റെ അകത്ത് കയറി വാതിലടച്ച് ധ്യാനിച്ചിരിക്കുകയാണ്. സ്വാമി അവര് വന്നു, സ്വാമി എഴുന്നേൽക്കൂ എന്ന് പറയാനുള്ള ധൈര്യമില്ല ആർക്കും. ആരും അങ്ങനെ സംസാരിക്കില്ല. സ്വാമിയോട് അങ്ങനെ ചെന്ന് സംസാരിക്കില്ല. സ്വാമി ധ്യാനത്തിലാണെങ്കിൽ ഏതൊരവസരത്തിലാണോ സ്വാമി ഉണരുന്നത് അത്രയും നേരം വരെ കാത്തിരിക്കും. ആരും ചെന്ന് തൊട്ട് നോക്കില്ല. എന്തു ചെയ്യും? വിശിഷ്ടരായ അതിഥികളൊക്കെ തന്നെയും വൈദിക മഠത്തിന്റെ മുന്നിലേക്ക് എത്തുന്നു. അവർ നടന്നെടുക്കുന്നു. വൈദിക മഠത്തിനുള്ള മുന്നിലുള്ള ആ തിരികരിക്കുന്ന മണക്കരികളുള്ള ആ മൈതാനത്തിലൂടെ, ആ മുറ്റത്തിലൂടെ നടന്ന് ആ വൈദിക മഠത്തിന്റെ ഇടം തന്നെയിലേക്ക് അവർ കയറാനാകുമ്പോ ഒരു അത്ഭുതം സംഭവിക്കുന്നു. എന്താണ്?
അവർ വൈദിക മഠത്തിന്റെ വാതിക്കലേക്ക് ഇളംതിണ്ണയിലേക്ക് കാലെടുത്ത് വെച്ചതും വൈദിക മഠത്തിന്റെ വാതിൽ തുറന്ന് നാരായണ ഗുരുസ്വാമി പുറത്തേക്ക് വന്നതും ഒരേ നിമിഷം കണ്ടു. എന്തൊരു തേജസ്സാണ്, എന്തൊരു ദിവ്യതയാണ്. ലോകത്തെ ധാരാളം മഹാന്മാരെ കണ്ട, ധാരാളം വിശുദ്ധ വ്യക്തികളെ കണ്ട് പരിചയപ്പെട്ട് അവരോട് സംസാരിച്ചിട്ടുള്ള, ഭാരതത്തിന്റെ ജനഗണമന എഴുതിയ ദേശീയ കവിയായ, ഗീതാഞ്ജലിയുടെ നോബൽ സമ്മാനാർഹനായ രവീന്ദ്രനാഥ ടാഗോർ എന്ന ആ വിശിഷ്ടനായ വിധീശ്വരൻ സ്വാമിയുടെ മുഖത്തേക്ക് നോക്കി അത്ഭുത പരതന്ത്രനായി വിസ്മയഭരിതനായി നിന്നുപോയി എന്നാണ് വാസ്തവം. അറിയാതെ കരങ്ങൾ ഹൃദയ പുന്ധരീകത്തിൽ മറ്റൊരു പുന്ധരീക കുസുമെന്ന വണ്ണം താമര മൊട്ടുപോലെ ഇങ്ങനെ കുമ്പിപ്പോയി. രണ്ടാളും എന്തൊരു തേജസ്സാണ്, എന്തൊരു തേജസ്സാണ് ആ മുഖത്തിന്. ആ സമയത്ത് അനിതര സാധാരണമായ ഒരു ഭാവവിശേഷം സ്വാമിയുടെ മുഖത്തുണ്ടായിരുന്നു. ചിന്താമര പോലെ തൊടുത്തിരിക്കുന്ന ആ മുഖത്തേക്ക് നോക്കി അവരങ്ങനെ നിന്നുപോയി. ആ സമയത്ത് കുമാരൻ വക്കീല് 3 മെത്തത്തടുക്കുകൾ കൊണ്ടുവന്നിട്ടു തിണ്ണയില്. സ്വാമി ഇരുന്നു. അതിനുശേഷം അവരിരുന്നു. അപ്പോഴും അവരുടെ കണ്ണുകൾ സ്വാമിയുടെ മുഖത്ത് തന്നെയാണ്. അവിടുന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അവർക്ക്. ടാഗോറിനാവട്ടെ ആൻഡ്രൂസിനാവട്ടെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഒരു സ്വാമിയുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ രവീന്ദ്രനാഥ ടാഗോർ വീണ്ടും വന്ദനം പറഞ്ഞിട്ട് ആദ്യം സംസാരിച്ചത് എന്താണെന്ന് അറിയാമോ? അറിയണം നമ്മൾ, അങ്ങയെ കണ്ട മാത്രയിൽ എന്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടായി. കണ്ടോ, നാരായണ ഗുരുസ്വാമിയെ കണ്ട മാത്രയിൽ എന്റെ മനസ്സിനൊരു മാറ്റമുണ്ടായി. ആരാ പറയുന്നത്? രവീന്ദ്രനാഥ ടാഗോർ. ആർക്കാണ് മാറ്റമുണ്ടാവാത്തത്? സ്വാമി തൃപ്പാദങ്ങളെ ആ ദർശനം മാത്രയിൽ ആർക്കാണ് മാറ്റമുണ്ടാവാത്തത്? സ്വാമി തൃപ്പാദങ്ങൾ നമ്മുടെ കുട്ടനാട്ടുകാരുടെ കവാലത്ത് കുന്നുംപടത്രയില് ശ്രീകൃഷ്ണപുരത്ത് ആ ശാഖയുടെ കൃഷ്ണപുരം ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നുവെന്ന് അറിഞ്ഞിട്ട്, അയ്യരി സ്വാമിയുടെ കൃഷ്ണകുരിയാലയിൽ വന്നിരിക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് സ്വാമി തൃപ്പാദങ്ങളെ കളിയാക്കി അവഹേളിക്കുന്നതിന് വേണ്ടി തൊട്ടപ്പുറത്ത് മാമ്പഴക്കരിക്കാരനായ പോളച്ചിറ കുഞ്ചുപിള്ളയുടെ മകനായ അയ്യപ്പൻ പിള്ള ഒരു കൂട്ടം കൂട്ടാളികളെ കൊണ്ടുപോകുന്നു. അവിടെ ഒരു കുരു വന്നിരിപ്പുണ്ട്. ആ കുരുവിനെ എനിക്കൊന്ന് കാണണം, 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോളച്ചിറ കുഞ്ചുപിള്ളയുടെ മകനായ അയ്യപ്പൻ പിള്ള കുട്ടനാട്ടുകാരുടെയൊക്കെ അവരൊക്കെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ധീരോദാത്ത നായകൻ. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ചോക്ലേറ്റ് നായകൻ. വെളുത്ത് തുടുത്ത് നല്ല നല്ല ഉയരവും അതിനൊക്കെ വണ്ണമൊക്കെ ആയിരുന്നു. നല്ല സിമ്പിൾ, ആര് കണ്ടാലും നോക്കുന്ന ഒരു നായകൻ, യുവാവ്. ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്തെ പ്രമാണികളായ നായകതലത്തിലെ പെൺകുട്ടികളൊക്കെ എനിക്ക് ഭർത്താവായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച അവരുടെ സ്വപ്നത്തിന്റെ പടിവാതിൽ എന്നും വന്ന് മുത്തുവിളിക്കുന്ന ചെറുപ്പക്കാരാണ്. കുട്ടനാടൻ പ്രദേശത്ത് എവിടെ ചില വള്ളങ്ങളോ മത്സരമുണ്ടോ അതിൽ ജയിക്കുന്നത് അയ്യപ്പൻ പിള്ളയാണ്. എവിടെയാണോ പന്തുകളിൽ മത്സരമുള്ളത് അവിടെ ജയിക്കുന്നത് അയ്യപ്പൻ പിള്ളയാണ്. എവിടെയാണോ വരയിട്ടിട്ട് ഇങ്ങനെ മാശി കളിക്കുന്നത് അവിടെ ജയിക്കുന്നത് അയ്യപ്പൻ പിള്ളയാണ്. ചെറുപ്രായത്തിൽ സർക്കാരിന്റെ ശ്രീ പത്മനാഭന്റെ ചക്രം വാങ്ങി ഉപജീവനം നടത്താനുള്ള ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെന്ത് വേണം? തൊട്ടപ്പുറത്ത് വടക്കുപുറത്ത് വെളിയനാട് സ്കൂളിലെ അധ്യാപകനാണ് അയ്യപ്പൻ പിള്ള. അവിടുത്തെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഹെഡ്മാസ്റ്ററായ തോമസ് സാറിന് കൊടുക്കാത്ത ബഹുമാനമാണ് അയ്യപ്പൻ പിള്ളയ്ക്ക്. കാരണം അയ്യപ്പൻ പിള്ളക്ക് എല്ലാം അറിയാം, എന്ത് ചോദിച്ചാലും ഉത്തരവുണ്ട്. തീരെ ചെറുപ്പക്കാരനാണ്. അങ്ങനെയുള്ള അയ്യപ്പൻ പിള്ളയെ അറിയുന്നു. ശ്രീ നാരായണ ഗുരു എന്ന ഒരാള് കുന്നുംപടത്രയിൽ വന്നിരിക്കുന്നു, കാവാലത്ത് വന്നിരിക്കുന്നു. കാവാലത്ത് കുന്നുംപടത്രയില് അയ്യരി സ്വാമിയുടെ കൃഷ്ണപുരം എന്ന് ഇപ്പോൾ വിളിക്കുന്ന പ്രദേശം ഒരു കൊച്ചു കുരിയാലയുണ്ട്, അവിടെ വന്നിരിക്കുന്നു എന്ന് അറിയുന്നു. തന്റെ കൂട്ടാളികളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. ഞാൻ എന്ത് ചോദിച്ചാലും പറഞ്ഞാലും നിങ്ങൾ ആർക്കും ചിരിച്ചു കൊള്ളണം. മണ്ണിലേക്ക് ഇറങ്ങി വന്ന പരബ്രഹ്മ തേജസ്സായ നാരായണ ഗുരുസ്വാമി എന്ന ദൈവത്തെ കളിയാക്കുന്നതിന് ഇതാ ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് വെള്ളത്തിൽ പുറപ്പെട്ട് വടക്കോട്ട് സഞ്ചരിച്ചു വരുന്നു അയ്യപ്പൻ. ഇന്ന് ആലപ്പുഴ ജെട്ടിയിൽ നിന്ന് പുറപ്പെടുന്ന കൃഷ്ണപുരം ബോട്ട് വന്ന് നിൽക്കുന്ന ആറിന്റെ കിഴക്കേ തീരം. ആ പ്രദേശത്തുകാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അങ്ങനെ ബോട്ടിൽ ചെന്ന് നിൽക്കുന്ന ആറിന്റെ കിഴക്കേ തീരത്ത് അവര് വള്ളം അടുപ്പിച്ചിട്ട് അയ്യപ്പനുള്ള പുറത്തേക്ക് ഇറങ്ങി. കൂട്ടാളികളെ വീണ്ടും ഓർമ്മിപ്പിച്ചു, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ എന്തു പറഞ്ഞാലും ആർത്തട്ടഹിച്ചു കൊള്ളണം. അവരെ സംബന്ധിച്ച് അവർ വള്ളത്തിൽ തന്നെ ഇരുന്നു. അയ്യപ്പൻ പിള്ള നാട്ടുകാരുടെ ധീരോദാത്ത നായകൻ, എല്ലാവരും ഇഷ്ടപ്പെടുന്നവൻ, എല്ലാവരുടെയും മുന്നിൽ തലയുറക്കി നടക്കുന്നവൻ.
മേൽവസ്ത്രം ധരിക്കില്ല, ഷർട്ട് ധരിക്കില്ല. മുണ്ടെടുത്തു കഴിഞ്ഞാൽ കോന്തലെടുത്ത് കക്ഷത്തിൽ വെച്ച് നെളിഞ്ഞു നടക്കുന്ന അയ്യപ്പൻ പിള്ള അതേ പ്രൗഢിയോടെ ആരിന്റെ കിഴക്കേ തീരത്തുള്ള ചെളിക്കട്ടകളെ ചവിട്ടി മെതിച്ചുകൊണ്ട്, ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട്, ഉയർന്നു നിൽക്കുന്ന പുൽനാമ്പുകളെ, കരകനാമ്പുകളെ ചവിട്ടി അരച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെയാണ് സ്വാമിത്വപാദങ്ങൾ കരിയിലേക്ക് നടന്നെടുക്കുന്നത്. പടിഞ്ഞാറാറിന്റെ തീരത്ത് നിന്ന് കിഴക്ക് ഭാഗത്ത്, കുര്യാലയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വിശ്രമിക്കുന്ന, കിഴക്കോട്ട് നോക്കി വിശ്രമിക്കുന്ന സ്വാമി കരിയിലേക്ക് നടന്നെടുക്കുകയാണ്. കൈകൾ വളരെ ശക്തിയോടെ വീശിക്കൊണ്ട്, കാലുകൾ അമർത്തി ചവിട്ടിക്കൊണ്ട് അങ്ങനെ അടുക്കുന്ന അയ്യപ്പൻ പിള്ളയ്ക്ക് അരികിലേക്ക് 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 അടയുമ്പോഴും കാലിന് ശക്തി ചോർന്നു, കയ്യിലെ എനർജി ഇല്ലാണ്ടാവുന്നു, വീശാൻ പറ്റുന്നില്ല. നേരെ നടന്ന് വന്നിട്ട് സ്വാമിക്ക് കുറച്ച് പിന്നിൽ വന്ന് വടക്കോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് നടന്ന് വീണ്ടും തെക്കോട്ട് നടന്ന് സ്വാമിക്ക് അരികിലേക്ക് വരുമ്പോ ഇത്ര നേരം ശക്തിയോടെ വീശിയിരുന്ന രണ്ട് കരങ്ങളും സ്വാമിക്ക് മുന്നിൽ കൂപ്പുകൈകളായി മാറി. ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തൊക്കെ കളിയാക്കാൻ വേണ്ടി വന്ന അയ്യപ്പൻ പിള്ളയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവിടെ നോക്കിക്കൊണ്ട് വന്നു. ആ സമയത്ത് മോദസ്ഥിതനായി സ്വാമി തൃപ്പാദങ്ങൾ ഇരിക്കുന്നു. അതിലേക്ക് യോഗനയനങ്ങളും വായിച്ചിരിക്കുന്നു സ്വാമി. ഒടുവിൽ സ്വാമി തന്നെ ചോദിച്ചു, വാദ്യാരാണ് അല്ലേ? അത്ഭുതപ്പെട്ടു പോയി, ഞെട്ടിപ്പോയി. താൻ വാദ്യാരാണെന്ന് സ്വാമിയോട് ആര് പറഞ്ഞു? വാദ്യാരെന്ന് വെച്ചാല് അധ്യാപകൻ. സ്വാമി ചോദിച്ചു, വാദ്യാരാണ് അല്ലേ? സ്വാമി സംസാരിക്കുമ്പോ ഈ വലത് കൈത്തലത്തിന്റെ ചൂണ്ടാണി വെള്ളിങ്ങനെ ചുഴറ്റിയാണ് സംസാരിക്കുന്നത്. വാദ്യാരാണ് അല്ലേ എന്ന് ചോദിച്ചു. അത്ഭുതപ്പെട്ട് ഇദ്ദേഹം ഇങ്ങനെ നാവ് കൊണ്ട് പറയാനാവില്ല, വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിപ്പോയി. അവിടെ തല ഇങ്ങനെ ആട്ടിക്കൊണ്ട് ഭക്തിയോടെ പറഞ്ഞു, അതേന്ന് പറഞ്ഞു. എന്നിട്ടൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല. ഏറെ നേരം കഴിഞ്ഞപ്പോ അവസാനമായിട്ട് കരുതി വെച്ചതൊന്നും പറയാൻ കഴിയാതെ വന്ന അയ്യപ്പൻ പിള്ള അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ പോവട്ടെ? അതിന് സാവധാനം ചോദിച്ചു. സ്വാമി പറയുകയാണ്, പോയിട്ട് വരാമല്ലോ. പോയിട്ട് വരാമല്ലോ. എത്ര മധുരമായ ശബ്ദമാണ് ആ കാതുകളിൽ ഇങ്ങനെ നിറയുന്നു. പോയിട്ട് വരാമല്ലോ, പോയിട്ട് വരാമല്ലോ, പോയിട്ട് വരാമല്ലോ എന്ന ശബ്ദം ഇങ്ങനെ നിറയുന്നു. കർണപടങ്ങളിലാകെ നിറഞ്ഞു നിൽക്കുന്നു. മാത്രമല്ല, കണ്ണം നിറച്ചപ്പോ കൺപോളകൾക്കുള്ളിൽ ഹിമകൾക്കുള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ശ്രീ നാരായണ പരമഹംസരുടെ ആ തിരുസ്വരൂപം. കണ്ണം തുറച്ചാൽ അകത്ത് കാണാം, കൺപോളകൾക്കുള്ളിൽ കാണാം നാരായണ തിരുസ്വാമിയുടെ തിരുസ്വരൂപം. കാതിലാണെങ്കിലോ നിറഞ്ഞു നിൽക്കുന്നു, പോയിട്ട് വരാമല്ലോ, പോയിട്ട് വരാമല്ലോ, പോയിട്ട് വരാമല്ലോ. അവിടുന്ന് സ്വാമിയുടെ സൗധത്തിൽ നിന്ന് ഒരു സ്വപ്നാടനത്തിൽ എന്ന വണ്ണമാണ് അയ്യപ്പൻ പിള്ള നടന്നു നീങ്ങിയത്. കാതിൽ മുഴങ്ങുന്നത് പോയിട്ട് വരാമല്ലോ, പോയിട്ട് വരാമല്ലോ, പോയിട്ട് വരാമല്ലോ എന്ന ശബ്ദം. ചെന്ന് വള്ളപ്പടിയിൽ ഇരുന്ന ഒരു വിഗ്രഹം പോലെ ഇരുന്നു. മറ്റൊരു വായ്പ ചിരിക്കുക. ഇപ്പൊ ചോദിക്കും, ചിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. സംഭവിച്ചില്ല. നേരെ മാമ്പഴക്കരിക്ക് പോയി. വീട്ടിൽ ചെന്നു, അമ്മയോട് കാര്യം പറഞ്ഞു. ഇരിക്കപ്പെടുകയില്ല. പോയിട്ട് വരാമല്ലോ, പോയിട്ട് വരാമല്ലോ. ആ ശബ്ദം തന്നെ കർണപുടങ്ങളിൽ ഇങ്ങനെ മുഴങ്ങുന്നു, കാതുകളിൽ മുഴങ്ങുന്നു, ആന്തര കർണത്തിൽ മുഴങ്ങുന്നു. പറ്റുന്നില്ല, കാണാതിരിക്കാൻ പറ്റുന്നില്ല, സ്വാമിക്ക് അരികിലേക്ക് പോവാതിരിക്കാൻ പറ്റുന്നില്ല. പോയിട്ട് വന്നു. തൊട്ടടുത്ത ആഴ്ച വീട്ടിലിരിക്കാൻ ആവില്ല. ശ്രീ നാരായണ പരമഹംസൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വിശ്രമിക്കുന്ന അവസരത്തിൽ ആ പാരാന്തികത്തിലേക്ക് ഒരു പാരിജാതം പോലെ ചെന്ന് വീണു. കുഞ്ചുപിള്ളയുടെ മകനായ അയ്യപ്പൻ പിള്ള അങ്ങനെ സ്വാമിയുടെ പാദങ്ങളിലേക്ക് നിപതിച്ച ആ പാരിജാത പുഷ്പമാണ് സ്വാമിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായി മാറിയ നമ്മുടെ കരുമാടിക്കുട്ടന്റെയും കൈമേരിക്കുട്ടന്റെ ഒക്കെ പ്രദേശത്തുകാരനായ സത്യവ്രത സ്വാമികൾ. നാം അറിയുമോ സത്യവ്രത സ്വാമി? കണ്ടോ? ആ സത്യവ്രത സ്വാമിക്ക് ഒരൊറ്റ ദർശനം മാറ്റമുണ്ടായി. ഒന്ന് കണ്ടതേ ഉള്ളൂ, മൊത്തം മാറിപ്പോയി. മനസ്സിൽ കരുതിയത് എന്ത്, പ്രവർത്തിച്ചതെന്ത്? തീർന്നില്ല. കായിക്കര കടലോരത്ത് ശൃംഗാര കവിതകൾ മൂളിക്കൊണ്ട് കടൽക്കാറ്റ് പോലെ നടന്നറിഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അയൽവാസി പെൺകുട്ടിയുടെ ശരീരവർണ്ണന നടത്തിക്കൊണ്ട് കാമിനീഗ്രഹണം പോലെയുള്ള കവിതകളൊക്കെ എഴുതിയ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. കാമിനീഗ്രഹണം എന്ന കവിതയുടെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ അവസാനം കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമുള്ള 7-8 ശ്ലോകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. ശൃംഗാര കവിതയാണ്. അപ്പൊ അങ്ങനെയുള്ള കവിതകൾ എഴുതിയ ആ ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട അധ്യാപകനായ ഉടയാൻകുടി കൊച്ചിരാമൻ വൈദ്യരുടെ വീട്ടിൽ, വൈദ്യരാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ, സംസ്കൃതം പഠിക്കാൻ പോയിട്ട് മടങ്ങുന്ന വഴി
കോവിൽത്തോട്ടൻ കായലിലെ കുഞ്ഞോളങ്ങൾ ഇങ്ങനെ ഇളകി തുടിക്കുന്ന കണ്ടപ്പോ ചാടാതിരിക്കാൻ പറ്റിയില്ല, എടുത്തങ്ങ് ചാടി കായലിൽ നീന്തി തുടിച്ചു. അങ്ങനെ നീന്തി തുടിച്ച് കളിച്ച ആ പയ്യൻ, അവന്റെ രണ്ട് സഹോദരന്മാരുണ്ട്, കേശവനും കൃഷ്ണനും. അവരൊക്കെ ആയിട്ട് നീന്തി തുടിച്ച് കുളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണങ്ങ് വല്ലാതെ ചുവന്ന് ഉപ്പിന്റെ കണ്ടുപോലെയാണ്. പറയാണ്ട് വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞു, എന്നിട്ടും എത്തിയിട്ടില്ല. വെള്ളം കണ്ടാൽ അങ്ങനെയാണ്. ആ പയ്യന്റെ പേര് കുമാരു എന്നാണ്, കായ്ക്കരക്കാരൻ കുമാരു. നാരായണൻ പെരുങ്കുടിയുടെയും കാളിക്കുട്ടിയുടെയും മക്കളിൽ ഒരാള്. കണ്ണുകളൊക്കെ ഇങ്ങനെ ചുവന്ന് എടുത്ത് നിൽക്കുകയാണ്. വീട്ടിൽ ചെല്ലോ, നല്ല തുമ്പലായി. തൊട്ടടുത്ത ദിവസമായി പനിച്ചു, ഭയങ്കരമായ പനിയായി. നാരായണൻ പെരുങ്കുടി ഒരു വൈദ്യൻ കൂടിയാണ്. അത്യാവശ്യം വേണ്ട കഷായം കൊടുത്തു, പക്ഷെ ഏൽക്കുന്നില്ല, വല്ലാത്ത ചൂട്. കൊച്ചിനെ അവിടെ തറയിൽ കടപ്പായിൽ കിടത്തിയിട്ട് അവനെ തണുപ്പ് മാറുന്നില്ല, പല സമയത്ത് തണുപ്പ് മാറുന്നില്ല. ചാക്ക് കൊണ്ട് പുതപ്പിച്ചു. ഗ്രാമപ്രദേശങ്ങളിൽ ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവന്ന് വിൽക്കുന്ന പരിപാടി കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അതിനുവേണ്ടി കരുതി വെച്ചിരിക്കുന്ന ചണച്ചാക്ക് കൊണ്ട് പുതപ്പിച്ചു. എന്നിട്ടും തണുപ്പ് മാറുന്നില്ല. പായ കൊണ്ട് പുതപ്പിച്ചു, തണുപ്പ് മാറുന്നില്ല. പനി അതിന്റെ മൂർധന്യതയിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ എത്തിയ അവസരത്തിൽ, അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇനി എന്തു ചെയ്യേണ്ടു ഞാനെന്ന് ആ പിതാവും മാതാവും ഒക്കെ വേവലാതിപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ ആ കുടുംബത്തിലേക്ക്, കായ്ക്കരയിലെ ആ കുടിലിലേക്ക് ഒരു അതിഥി എത്തുന്നു. ഒരു ചെറുപ്പക്കാരൻ. ആ അതിഥിയുടെ ദിവ്യത കണ്ടിട്ട് നാരായണൻ പെരുങ്കുടി, കുമാരുവിന്റെ അച്ഛൻ, മക്കളച്ഛൻ വിളിക്കുന്നു. പനി കൊണ്ട് തളർന്ന് അവശനായി തളർന്നുറങ്ങുന്ന കണ്ണു തുറക്കാനാവാതെ തളർന്നുറങ്ങുന്ന മകന്റെ ചെന്ന് വിളിക്കുന്നു. മക്കളെ, ഒന്ന് എഴുന്നേക്കടാ, ഇതാര് വന്നെന്ന് നോക്കൂ. അവന് കഴിയും. വീണ്ടും പറഞ്ഞു, മക്കളെ എഴുന്നേക്കടാ. അവസാനം പനി കൊണ്ട് അടഞ്ഞുപോയ മിഴികൾ വലിച്ച് കഷ്ടപ്പെട്ട് തുറന്നിട്ട് പായുടെ ചാക്കിന്റെ ചെറിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കുന്ന അവസരത്തിൽ കാണുന്നു ഒരു തിരുസ്വരൂപത്തെ. സുവർണവർണം സുവിഭക്ത ഗാത്രം ആജാനുബാഹും വിശദോന്നതാംസം വിശാലഭാലം കമലായദാക്ഷം ഉത്തുംഗനാസം സുവനോഹാസ്യം. ആദ്യത്തെ ദർശനമാണ്. ആ ദർശനത്തിലൂടെ സ്വന്തമായി ഗുരുവിന് കുമാരു. ഗുരു എന്താ ചെയ്തത്? പിന്നീട് 1891 ആ വർഷത്തിന്റെ പ്രത്യേകത കണ്ടോ? 1-8-9. ഇവിടുന്ന് അങ്ങോട്ട് ആദ്യത്തെ 2 വായിച്ചാൽ 18, അവിടെ നിന്ന് ഇങ്ങോട്ട് 2 വായിച്ചാൽ 19. ഗുരുവിനെ അവിടെ വെച്ച് കാണുമ്പോൾ കുമാരുവിന് 18 വയസ്സ് കഴിഞ്ഞു, 19 വയസ്സായിട്ടില്ല. കൊലത്തുകരെ വെച്ച് കാണുന്നു. അത് ഞാൻ പറഞ്ഞത്, ഗുരുവിന്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ എവർ മെമ്മറബിൾ ആണ്, നെവർ ഫോർഗറ്റബിൾ ആണ്. വളരെ രസകരമാണത്. അപ്പൊ അങ്ങനെ ഗുരു കണ്ടെടുത്തു, അവനെ, ആ ചെറുപ്പക്കാരനെ കണ്ടെടുത്തു. കുമാരുവിന്റെ പേരിലെ രുകാരം മാറ്റി എന്തു കൊടുത്തു? കൊടുത്തു, കുമാരൻ എന്നാക്കി. ആരാ കുമാരൻ? പുരാണത്തിലൊരു കുമാരനുണ്ട്. ആ കുമാരൻ പിറക്കുന്ന ആ പ്രവൃത്തിയെ വിളിക്കുന്ന ഒരു കുമാരസംഭവം എന്നാണ്. ആരാ കുമാരൻ? അക്കബിംബമുരാറുദിച്ച്. ആരുടെ കാര്യം പറയുന്നത്? ആരാണത്? സുബ്രഹ്മണ്യന്റെ പേരാണ് കുമാരൻ. ഈ സുബ്രഹ്മണ്യന് ദേവലോകത്തൊരു ഡ്യൂട്ടിയുണ്ട്. എല്ലാ ദേവന്മാർക്കും ഡ്യൂട്ടിയുണ്ട്. അതുപോലെ സുബ്രഹ്മണ്യൻ ദേവലോകത്തൊരു ഡ്യൂട്ടിയുണ്ട്. എന്താണെന്നറിയാവോ? ദേവസേനാധിപതിയാണ്. ദ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ്. അവിടുത്തെ ഉണ്ടോ? സുപ്രീം കമാൻഡറാണ്, ദേവസേനാധിപതിയാണ്. അതുപോലെ കുമാരുവിനെ കണ്ടെടുത്ത് രുകാരം മാറ്റി കുമാരനാക്കി, അവനെ വളർത്തി പഠിപ്പിച്ച് മിടുക്കനാക്കി. അതൊക്കെ നമ്മൾ പറഞ്ഞാൽ എന്തൊരു ആ ജീവിതം, കുമാരുവിന്റെ ജീവിതം, കുമാരുവിന്റെ വാക്കുകൾ. 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ പഠിക്കാൻ വേണ്ടിയിട്ട് മൈസൂരിൽ കൊണ്ടേ പൽപ്പുവിന്റെ അരികിൽ ആക്കിയിട്ട് വരികയാണ് നാരായണ ഗുരുസ്വാമി. നീ ഇവിടെ നിന്നോ, ഇവിടെ നിന്ന് പഠിക്കണമെന്ന് ആക്കിയിട്ട് ചാമരാജ കോളേജില് വേദാന്തം പഠിക്കാൻ വേണ്ടി അവിടെ ആക്കിയിട്ട് പൽപ്പുവിന്റെ അരികിൽ ആക്കിയിട്ട് അവിടുന്ന് സ്വാമി തൃപ്പാദങ്ങൾ തിരിച്ചു പോരാൻ പോരുന്ന അവസരത്തിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ, വിശ്വസിക്കാൻ പറ്റുമോ? ഒരു കുഞ്ഞിനെ പോലെ വാവിട്ട് നിലവിളിക്കുകയാണ് ആ കുറ്റിച്ചെമ്പ് പോലത്തെ ചെറുപ്പക്കാരൻ. അച്ഛനെ പിരിഞ്ഞിട്ട് കരഞ്ഞില്ല, അമ്മയെ പിരിഞ്ഞിട്ട് കരഞ്ഞില്ല, കൺമുന്നിൽ 2 മക്കള്, 2 സഹോദരങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടിട്ട് കരഞ്ഞില്ല. പക്ഷേ തന്റെ ഗുരു, തന്റെ സർവസ്വമായ ഗുരു, തന്റെ ദൈവം, പരദൈവം, തന്റെ എല്ലാമായ ദൈവം, തന്റെ എല്ലാം മാതാവെ പോൽ മനസ്സിൽ കരുണ, ജനകനെ പോലെ ക്ഷേമചിന്ത എന്നൊക്കെ കുമാരു പാടിയ ആ ഗുരു തന്നെ വിട്ടുപോകുന്നു എന്നറിയുമ്പോ, അവിടുന്ന് അകന്നു പോകുന്നു എന്നറിയുമ്പോ സഹിക്കാനാവില്ല ആ യുവാവിന്. കുട്ടിയല്ല, യുവാവാണ്. വാവിട്ട് നിലവിളിക്കുകയാണ് ആ കുട്ടി, വാവിട്ട് നിലവിളിക്കുകയാണ്. അവരെ കണ്ടെത്തി. എന്നിട്ട് കുമാരൻ എന്ന പേര് നൽകി.
ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമെന്ന സംഘടന ഉണ്ടാക്കിയപ്പോൾ ഏക ഛത്രാധിപതിയെ പോലെ അവരെ വാഴിച്ചു. ലോകമറിയുന്ന മഹാകവിയായി എന്തോ ആരരികിലേക്ക് അണയുന്നുവോ അവർക്കൊക്കെ നൽകി സ്വാമി അനുഗ്രഹങ്ങൾ. തീർന്നില്ല. ഈഴവപ്പറമ്പിൽ വേലായുധൻ തൃശ്ശൂർകാരനാ. പുള്ളിക്ക് സന്യാസി അവിടെ നിന്ന് ആഗ്രഹം ഉണ്ടായി. നേരെ ഋഷികേശിൽ ചെന്നു. അവിടുത്തെ ഒരു സന്യാസിയുടെ അടുക്കിൽ ചെന്ന് അവിടെ ശിഷ്യത്വം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്യാസിയായി. ശങ്കരാചാര്യരെ പോലെ 18 മുഴം നീളമുള്ള സാരി, കാവി സാരി ചുറ്റി വലിഞ്ഞു ഉടുത്ത് അവസാനം ശരീരമൊക്കെ ഇങ്ങനെ ഇങ്ങനെ മൂടി പുതച്ച് ശിരസിലൂടെ ഇങ്ങനെ ഇട്ട്, വലിയ സാരിയാണ് കാവി, അതൊക്കെ ഇട്ട് വലിയ സന്യാസിയായിട്ട് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അറിയുന്നു, തെക്കൻ കേരളത്തുകാരനായ ഒരു നാണുകുടി സ്വാമി അവിടെ ഇവിടെയും കല്ലിട്ട് നടക്കുകയാണ്. അരിയപ്പുറത്തൊരു കല്ലിട്ടു, കോലത്തുകരെ കല്ലിട്ടു, പല സ്ഥലത്തും കല്ലിട്ടു. എന്താ കല്ല്? പ്രതിഷ്ഠ നടത്തുന്നു. ഇദ്ദേഹം എന്താ ചെയ്തത്? അവിടെ വന്നിട്ട് ചെറുപ്പക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി. അന്നത്തെ രാജ്യത്തിന്റെ കണക്കിലാണെങ്കിൽ ഒരു ഭീകര സംഘടന ഉണ്ടാക്കി. ഒരു ഭീകര സംഘടന, ധർമ്മ ഭട സംഘം. അതിലേക്ക് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തു. ആ ചെറുപ്പക്കാരെ അതിലേക്ക് ചേർക്കുന്ന അവസരത്തിൽ ഒരു പ്രതിജ്ഞ ചൊല്ലിക്കും. എന്താണ്? വളരെ സിമ്പിൾ. ഞാൻ ആർക്കും വഴിമാറി കൊടുക്കില്ല, ഞാൻ ആരെയും വഴിമാറ്റത്തില്ല. ഇത്രയേ ഉള്ളൂ. പക്ഷെ ആ പ്രതിജ്ഞയ്ക്ക് നാം വിചാരിക്കുന്നതിന്റെ അപ്പുറത്തെ ഇഫക്റ്റ് ഉണ്ട്. ആ കാലഘട്ടത്തിൽ സവർണരായ ആൾക്കാര് വഴിയിലൂടെ പോകുമ്പോ അവരുടെ കണ്ണെത്തും ദൂരത്ത് പോലും ഒരു പുലയനോ പറയനോ അവർണനോ അധക്ഷതനോ എത്താൻ പാടില്ല. എത്തിയാൽ ശിക്ഷയാണ്, അടിച്ചു വീഴ്ത്തും. പക്ഷെ ധർമ്മപട സംഘത്തിന്റെ ആൾക്കാര് അവരവിടെ നിൽക്കും. എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ എഴുന്നള്ളുന്നത്. ഈ ശബ്ദം കേട്ടിട്ട് മറ്റുള്ളവർ മാറിക്കൊള്ളണം. പക്ഷെ ധർമ്മപട സംഘത്തിന്റെ ആൾക്കാർ മാറില്ല. ഈ ലോപ്പറമ്പിൽ വേലായുധൻ എന്ന ബോധാനന്ദൻ മാറില്ല, ബോധാനന്ദന് ശിഷ്യന് മാറില്ല. അവരവിടെ നിൽക്കും. അവസാനം ഈ വരുന്നവരും അവരും തമ്മിൽ വാക്ക് തർക്കമായി, വാഗ്വാദമായി, അവസാനം അടിയായി, കലശിലായി, അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും കൊടുക്കും, കേസായി. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെയോ അവർക്ക് താഴെയുള്ള ആൾക്കാരെ അവർ വഴി മാറ്റുകയുമില്ല, ഒരുമിച്ച് കൊണ്ടുപോകും. അങ്ങനെ ജാതിക്കെതിരെ, ജാതിയുടെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അധമകരമായ ഹീനമായ ദുരാചാരത്തിനെതിരെ അവര് ജീവൻ കൊടുത്തും പോരാടുന്ന അവസരത്തിലാണ് തെക്കൻ കേരളത്തുകാരനായ ഒരു സ്വാമി കല്ലിട്ട് നടക്കുക. ആ സ്വാമി ഒന്ന് കാണണം, ആ സ്വാമി ഒന്ന് കാണണം. ചെന്നിട്ട് നമ്മുടെ ശിഷ്യനാകാൻ പറയണം. ബോധാനന്ദനെന്ന ഈ സ്വാമി 18 മുഴം ചേല, കാവി ചേല വരിഞ്ഞ് ചുറ്റി തലയിലൂടെ പുതച്ച് ഒരു വടിയും പിടിച്ച് ശങ്കരാചാര്യനെ പോലെ അങ്ങനെ ഉത്തമർണനെ ആയിട്ട് നടക്കുന്ന ഈ സ്വാമി നേരെ ചെന്നു. എവിടെയാ? തലശ്ശേരിയില് ജഗന്നാഥത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ വിശ്രമിക്കുന്ന അവിടെ ചെന്നു. അവിടേക്ക് ചെന്നു. തലശ്ശേരിയിൽ വിശ്രമിക്കുന്ന സ്വാമി തൃപ്പാദങ്ങൾ അരികിലേക്ക് ചെന്നപ്പോ അയ്യപ്പൻപിള്ളയുടെ അനുഭവം. അരികിലേക്ക് ചെല്ലുമ്പോ തന്റെ ശരീരത്തിൽ നിന്ന് പലതും അങ്ങനെ ഇല്ലാണ്ടായി പോകുന്നു. തന്റെ അഹംബോധമില്ലാതാകുന്നു, തന്റെ ധാർഷ്ട്യമില്ലാതാകുന്നു, ഞാനാണ് എന്ന ബോധമില്ലാതായി പോകുന്നു. അവിടെ ചെന്നിട്ട് ഗുരുസ്വാമിയെ ശിഷ്യനാക്കാൻ ചെന്നയാള് ഇനി കരങ്ങളും കൂപ്പിക്കൊണ്ട് ചോദിക്കുന്നത്, എന്നെയും കൂടി ശിഷ്യനാക്കുവോ എന്നാണ്. അങ്ങനെ ഗുരുവിന്റെ ശിഷ്യനായി ബോധാനന്ദൻ. ആദ്യം മറ്റാരുടെയും ശിഷ്യനായി. ആ ബോധാനന്ദൻ ഇന്ന് ശിവഗിരിക്കുന്നിന്റെ നാടുവരയിൽ ഭിക്ഷാമണ്ഡപത്തിനപ്പുറത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. കണ്ടിട്ടില്ലേ? ശരീരമാസകലം ഭസ്മൊക്കെ പൂശിട്ട്. ഗുരുവിന് എന്തൊരു ഭക്തിയായിരുന്നു. ഗുരുവില്ലാത്ത ലോകത്തെനിക്ക് ജീവിക്കാനാവില്ല എന്ന് വെച്ചിട്ട് നാരായണ ഗുരുസ്വാമി മഹാസമാധിസ്ഥനായതിന്റെ 4-ാം ദിവസം ഇഹലോകവാസം വെടിഞ്ഞു ബോധാനന്ദൻ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഗുരുവിനെ. സ്വാമി തന്നെ പറയും, ബോധാനന്ദൻ നമുക്ക് അമ്മയെ പോലെയാണ്, അമ്മയെപ്പോലെ നോക്കുമായിരുന്നു ബോധാനന്ദൻ. ഉണ്ടോ? അങ്ങനെയുള്ള ഒറ്റ ദർശനം മാറ്റമുണ്ടായി, ഒരേ ഒരു നോട്ടം മാറ്റമുണ്ടായി. കുന്നുംപടത്രയിൽ വെച്ച് കണ്ട അയ്യപ്പൻപിള്ളയ്ക്ക് മാറ്റമുണ്ടായി. കായ്ക്കര കടലോരത്ത് കൊച്ചുകുടിയിൽ വെച്ച് സ്വാമി തൃപ്പാദങ്ങൾ നാരായണ പെരുങ്കുടിയുടെ മകനെ കണ്ടു, മാറ്റമുണ്ടായി. ബോധാനന്ദന് മാറ്റമുണ്ടായി. തീർന്നില്ല. കരിമ്പൂഴിക്കാട്ട് കാക്കച്ചൻ, വൈക്കത്തുകാരെങ്കിലും ഉണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. അവിടെ വാളയ സാറിന്റെ ഇന്തോ അമേരിക്കൻ ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിന് തൊട്ടപ്പുറത്ത് ചെമ്മനത്തുകരയില്, ആ ഹോസ്പിറ്റലിന് അപ്പുറത്ത് സ്വാമിയുടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. ആ ആശ്രമത്തിലേക്ക് ഒരിക്കൽ
അവിടെ വെച്ച് നടന്നൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാമിയുടെ അഭിപ്രായം തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് സ്വാമിയെ വഴക്ക് പറയാൻ വേണ്ടി കൊടുങ്കാറ്റ് പോലെ കരിമ്പൂഴിക്കാട്ട് കാക്കച്ചനല്ല വക്കച്ചൻ എന്നാണ് പേര്. പക്ഷെ ശരീരത്തിന് നിറം നല്ല കരിങ്കറുപ്പായതുകൊണ്ട് നാട്ടുകാരൊക്കെ വിളിക്കുന്ന പേര് കാക്കച്ചൻ എന്നാണ്. ഇടിച്ചു കയറി ചെന്നു. തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? എന്റെ സ്വാമി, എന്റെ സ്വാമി, എന്റെ സ്വാമി. കണ്ടോ? ആരാരരികിലേക്ക് അണയുന്നുവോ അവരുടെയൊക്കെ തന്നെ മനസ്സ് മാറുകയാണ്. ഇത് കണ്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ കുഞ്ചുപിള്ള എന്ന ശിവലിംഗദാസൻ എഴുതി വെച്ചിരിക്കുന്നു: ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുതാനാം ശുദ്ധിഹേതവേ. അവരൊറ്റ വരി മതി. ശ്രുതാനാം ശ്രുതാനാം ശ്രുതാനാം. എന്താ ശ്രുതാനാം എന്ന് വെച്ചാൽ ആശ്രിതരായി അരികിലറയുന്നവർക്ക് ശുദ്ധിഹേതവേ, ആന്തരിക ശുദ്ധിക്ക് കാരണമാകുന്ന തമ്പുരാനെ. ഇതാണ് സ്വാമിയുടെ പ്രത്യേകത. ആരാരരികിലേക്ക് ചെല്ലുന്നുവോ അവരൊക്കെ തന്നെ വിശുദ്ധരായിട്ട് മാറും, അറിയാതെ വിശുദ്ധരാകും. ആ സവിധത്തിന്റെ പ്രത്യേകത ഏതാണ്? അങ്ങനെ ആരാര് കാണുന്നുവോ അവർക്കൊക്കെ മാറ്റമുണ്ടാവും. ജീവിതത്തിൽ അതിഭയങ്കരമായ മാറ്റങ്ങൾ. എത്രയോ ഉദാഹരണങ്ങൾ, പറഞ്ഞാലും തീരാത്ത ഉദാഹരണങ്ങൾ നമുക്ക് കാണും. എന്തിന് പ്രകൃതിക്ക് മാറ്റം ഉണ്ടാവാറുണ്ട്. പ്രകൃതിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, തൃശ്ശൂരുകാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാടാനപ്പള്ളിയിലേക്കൊന്ന് പോവുക. വാടാനപ്പള്ളിക്ക് 2 കിലോമീറ്റർ വടക്കോട്ട് മാറി നേരെ പടിഞ്ഞാറേക്ക് 2 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു കടൽ തീരമുണ്ട്. ആ കടൽ തീരത്തിന്റെ പേര് പൊക്കാഞ്ചേരി എന്നാണ്. പൊക്കാഞ്ചേരി കടൽ തീരം. ആ കടൽ തീരത്ത് അന്നത്തെ കാലത്ത് താമസിച്ചിരുന്ന മനുഷ്യനുണ്ട്. 82 വയസ്സുള്ള ആരോഗ്യദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ. 82 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു അസുഖവും ഇല്ല, നല്ല അഭ്യാസി. അദ്ദേഹത്തിന്റെ പേര് ശങ്കരൻ എന്നാണ്. ശങ്കരൻ. ആ ദ്വീപ്, പൊക്കാഞ്ചേരി കടപ്പുറം എന്ന് പറയുന്ന ദ്വീപ് പടിഞ്ഞാറ് വശത്ത് അറബിക്കടലാണ്, കിഴക്ക് വശത്ത് കനോലിക്കായലാണ്. തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും കായലും കടലും തമ്മിൽ ബന്ധിക്കുന്ന ആറുകളാണ്. 4 വശം വെള്ളമാണ്. അവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട് ആ ദ്വീപില്. ശങ്കരന്റെ ആൾക്കാരും അവിടെ താമസിക്കുന്നുണ്ട്. അവരങ്ങനെ ഇരിക്കെ 1906 ഒരു അത്ഭുത കൃത്യം കാണുന്നു. എന്താണ്? ആ പൊക്കാഞ്ചേരി കടപ്പുറത്ത് നിന്ന് കടൽ പിന്നോട്ട് മാറുന്നു. ഇപ്പൊ അത് കേരളീയർക്ക് സുപരിചിതമാണ്, പലയിടത്തും സംഭവിക്കാറുണ്ട്. നമ്മളതിനെ കള്ളക്കടൽ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. കടൽ പിന്നോട്ട് മാറുന്നു. പണ്ടുകാലത്ത് ശ്രീകൃഷ്ണ പരമാത്മാവിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി അങ്ങനെ വസുദേവര് കുട്ടയിലെടുത്ത അവസരത്തിൽ കാളിന്തി നദി ഇങ്ങനെ വഴിമാറി കൊടുത്തത് മാതിരി കടൽ പിന്നോട്ട് മാറി. ആദ്യമേ കൗതുകം കൊണ്ട് എല്ലാവരും വന്ന് നോക്കി, എന്താ സംഭവിക്കുന്നത് എന്ന് വരുന്ന കാത്തു നിന്ന് നോക്കുന്നില്ല. പക്ഷെ ചിലർക്ക് മനസ്സിലായി ഈ അസാധാരണമായ കാര്യം എന്തോ കുഴപ്പമാണ്, എന്തോ അപകടം വരാനുണ്ട്. അവരോടി അവരുടെ നേതാവായ ശങ്കരന്റെ അടുക്കൽ ചെന്നു. വയക്കാട്ട് വീട്ടിലെ ശങ്കരന്റെ അടുക്കൽ ചെന്നു. ശങ്കരൻ അന്ന് അവിടുത്തെ 2 നില വീടുള്ള ആളാണ്, വലിയ കെട്ടിടമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വീടുള്ള ആളാണ് വൈക്കാട്ട് വീട്ടിൽ ശങ്കരൻ അരികിലേക്ക് ഓടിച്ചെന്നു. ശങ്കരൻ അത് മുകളിലത്തെ നിലയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവിടെ പറഞ്ഞപ്പോ ശങ്കരൻ പറഞ്ഞു, ഞാനും അത് കാണുന്നുണ്ടായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും? അവരങ്ങനെ നോക്കി നിൽക്കേ അങ്ങകലെ കടലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കടൽ തുളയ്ക്കുന്നത് പോലെ വല്ലാത്ത തിരയായിട്ട് വരുന്നു. നുരച്ച് നിരയും പതയുമായി വല്ലാത്ത തിരകൾ വരുന്നു. ആ തിര സാധാരണ തിരയല്ല, മീറ്റർ കണക്കിന് വിരമുള്ള രാക്ഷസ തിരയാണ്. ആ രാക്ഷസ തിര ഇങ്ങനെ വന്ന് കരയിലേക്ക് അടിച്ചു വീണ് ഒരു മമ്മട്ട് കൊണ്ട് മണ്ണ് കോരി എടുക്കുന്നത് പോലെ തിര വന്ന് കുത്തി മണ്ണെടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നു. നോക്കി നിൽക്കാതെ ആ മണ്ണെടുത്തുകൊണ്ട് പോകുന്നു. കടൽത്തീരം എടുത്തുകൊണ്ട് പോകുന്നു. അവർക്ക് പേടിയായി, അങ്കലാപ്പായി. എന്താണ് സംഭവിക്കുന്നത്? ഈ ദ്വീപിനെ കടലെടുക്കാണ്. നമ്മുടെ ശിവഗിരി മഠത്തിലെ വിശാലാനന്ദ സ്വാമിയുടെ ജന്മദേശം മൺട്രോത്തുരുത്ത് പതുക്കെ താഴുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ദ്വീപിനെ കടലെടുക്കാണ്. എന്ത് ചെയ്യും? അവര് ഒരു രാത്രി കാത്തു, രക്ഷയില്ല. ദ്വീപിന് കടലെടുത്തുകൊണ്ടേയിരിക്കുന്നു. വലിയ ചുഴിപ്പൻ, അവരതിന് പറയുന്ന ഒരു ചുഴിപ്പൻ തിരയെന്നാണ്. വലിയ തിരകൾ വരുന്നു, അതിനെ ഇങ്ങനെ ചൂഴ്ന്ന് എടുത്തുകൊണ്ട് പോകുന്നു. എന്തു ചെയ്യും? അവർ വീണ്ടും ഓടിച്ചെന്ന് തങ്ങളുടെ നേതാവിനിക്കൽ, ശങ്കര, ഞങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് കൊടുക്കുവാൻ ഒരു ഉത്തരവുണ്ടായിരുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവസാനം അവർ തന്നെ തീരുമാനമെടുത്തു. അവർ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തു വെച്ചിട്ട് വള്ളത്തിൽ എച്ചിയിട്ട് അവിടെ നിന്ന് നേരെ കിഴക്കൻ പ്രദേശത്തേക്ക്, തൃശ്ശൂർ ഭാഗത്തേക്ക്, കൊല്ലൂർ ഭാഗത്തേക്ക് അവർ വള്ളത്തിൽ യാത്രയായി. വീടും സകലതും ഉപേക്ഷിച്ച് വള്ളത്തിൽ യാത്രയായി. ആ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ധാരാളം തേങ്ങ പിടിക്കുന്ന
തെങ്ങുകൾ അവിടെയുണ്ട്. മിക്കവാറും നമ്മുടെ തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് തരുന്ന തൈകളൊക്കെ അവിടുത്തെ തേങ്ങയിൽ നിന്ന് മുളപ്പിച്ചതാണ്. തൃശ്ശൂർ തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ അവിടുത്തെ കാർഷിക കോളേജിൽ നിന്നൊക്കെ കിട്ടുന്ന തെങ്ങുകൾ നമുക്ക് അവിടുന്ന് മുളപ്പിച്ചതാണ്. നല്ല തെങ്ങ് തൈകൾ അവിടെ കിട്ടും. എല്ലാം ഉപേക്ഷിച്ച് വരങ്ങ് പോവുകയാണ്. പക്ഷെ ശങ്കരൻ പോയില്ല. എല്ലാവരും പറഞ്ഞു, ശങ്കര ഈ ദ്വീപിനെ കടലെടുക്കാണ്, നമുക്ക് പോകാം. പക്ഷെ ശങ്കരൻ പോയില്ല. ശങ്കരൻ പറഞ്ഞു, ഞാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഭക്തനാണ്, സ്വാമി എന്നെ കാക്കും. അതാണ് വിശ്വാസം. അതാണ് വിശ്വാസം. ഇവിടെ എന്റെ പ്രിയപ്പെട്ട ചങ്ങാതി നെടുങ്കണ്ടത്തുനിന്ന് സംസാരിക്കാനുള്ള ബിജു സാറിനെ കുറിച്ച് നമ്മുടെ സുൽകുമാർജി പറഞ്ഞിരുന്നു. ഇവിടെ വന്നിരുന്നു അദ്ദേഹം. എന്റെ സ്കൂളിൽ അധ്യാപകനാണ്. ഞാൻ ആ സ്കൂളിൽ മാനേജറായിരുന്നു. ഞങ്ങളുടെ സ്കൂളിന്റെ പ്രിൻസിപ്പാളാണ്, HM ആണ്. അപ്പൊ ആ സ്കൂളിൽ ഒരു ദിവസം ചെല്ലുന്ന അവസരത്തിൽ അവിടുത്തെ ടീച്ചർക്ക് നല്ല തലവേദന. ആ ടീച്ചർക്ക് തലവേദന വന്നപ്പോ അവിടുത്തെ 1ാം ക്ലാസ്സിൽ ഒരു മോള് പറയാണ്, അതിനെന്താ ടീച്ചറെ, ഗുരുസ്വാമിയെ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, തലവേദന പോവില്ലേ? കണ്ടോ, കുഞ്ഞിന്റെ മനസ്സിലെ വിശ്വാസം. അതിനെന്താ ടീച്ചറെ, ഗുരുസ്വാമിയെ പ്രാർത്ഥിച്ചാൽ പോരെ, തലവേദന പോവില്ലേ? ആ കുഞ്ഞിന്റെ വിശ്വാസമാണ്. അതുപോലെയുള്ള വിശ്വാസം വേണം നമുക്ക് ഗുരുവിനെ സംബന്ധിച്ച്. ഇവിടെ ശങ്കരൻ ഒരു വിശ്വാസമുണ്ട്. ഞാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഭക്തനാണ്, എനിക്കൊരു ആപത്തും വരികയില്ല എന്ന് പറഞ്ഞ് അന്ന് വൈകുന്നേരം വരെ കാത്തു. പറ്റുന്നില്ല. ഇതാ ചുഴിപ്പൻ തിര ഇങ്ങനെ രാക്ഷസ തിരമാലകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്തു ചെയ്യും? രാത്രി കാത്തു, നടക്കുന്നില്ല. പുലർവേളയിൽ ഉറക്കം പിടിച്ച് കാത്തിരുന്നു. മുകളിലത്തെ നിലയിൽ പടിഞ്ഞാറെ ജനാല തുറന്നു വെച്ചുകൊണ്ട് കടലിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കാത്തിരിക്കുന്നു. ഇപ്പോഴിങ്ങെത്തും എന്തു ചെയ്യും എന്ന് ചിന്തിച്ചിരിക്കുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ഓർമ്മ വന്നു, നാരായണ ഗുരുസ്വാമി കൂർക്കഞ്ചേരിയിൽ വന്നിട്ടുണ്ട്. അന്ന് കൂർക്കഞ്ചേരി ക്ഷേത്രമില്ല, അവിടെ ഒരു സഭയുണ്ട്. ആ സഭയിൽ വന്നിട്ടുണ്ട് നാരായണ ഗുരുസ്വാമി. കാണാൻ പോകണം എന്ന് വെച്ചിട്ട് പ്രഭാതത്തിൽ തന്നെ വള്ളം മുന്നുന്ന ആളെ വിളിച്ച് വാഴക്കൽ നിന്നൊരു വാഴക്കുല, പാകമായൊരു വാഴക്കുല വെട്ടി അതിൽ വെച്ചിട്ട് നേരെ അതിൽ കയറിയിട്ട് പറഞ്ഞു കൂർക്കഞ്ചേരി. അവിടെ നിന്ന് വള്ളത്തിൽ തുഴഞ്ഞ് കൂർക്കഞ്ചേരിയിൽ എത്തിയപ്പോ ഉച്ച സമയമായി. അത്രയ്ക്ക് ദൂരമുണ്ട് വള്ളത്തിൽ. നേരെ കിഴക്കോട്ട് സഞ്ചരിച്ച് അവിടെ എത്തി. അവിടെ ഇരിക്കുന്നു മോദസ്ഥിതനായ തമ്പുരാൻ, അറിവിലുമേറി അറിഞ്ഞ തമ്പുരാൻ നാരായണ ഗുരുസ്വാമി അവിടെ ഇരിക്കുന്നു. അവിടേക്ക് മറ്റൊന്നും ചിന്തിക്കാതെ സ്വാമിയെ കണ്ടതിന്റെ ആഹ്ലാദത്തിൽ സർവ്വവും സമർപ്പിച്ചുകൊണ്ട് വള്ളപ്പടിയിൽ നിറങ്ങി കരയിലേക്ക് ഇറങ്ങിയിട്ട് ഓടിച്ചെന്നു വൈക്കാട്ട് ശങ്കരൻ 82 വയസ്സുകാരൻ. കൊലയെടുക്കാൻ മറന്നു, കാണിക്കായി കൊണ്ടുവന്ന കൊലയെടുക്കാൻ മറന്നുപോയി. സ്വാമിക്കരിയിലേക്ക് ചെന്നിട്ട് ഒരു വിളിയങ്ങ് വിളിച്ചു, സർവവും സമർപ്പിച്ചൊരു വിളിച്ചു, സ്വാമി. പ്രപഞ്ചം അനങ്ങിയാലും സ്വാമി അനങ്ങില്ലല്ലോ, മോദസ്ഥിതനായിരിക്കുക. ഒരു വിളിച്ചു. സ്വാമി എപ്പോഴ് എല്ലാം അറിയുന്ന തമ്പുരാൻ, നിങ്ങൾ ഇന്ന് രാവിലെ ഗുരു പുഷ്പാഞ്ജലി മന്ത്രത്തിൽ ഉരുവിട്ടത് മാതിരി സർവജ്ഞനായ തമ്പുരാൻ, അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ തമ്പുരാൻ, എല്ലാം അറിയുന്ന തമ്പുരാൻ അവിടെ നിന്ന് ചോദിച്ചു, കടൽ അടുത്തു അല്ലേ ശങ്കര? സ്വാമി ഇങ്ങോട്ട് ചോദിക്കുകയാണ്. വാദ്യാരാണ് അല്ലേ എന്ന് ചോദിച്ച മാതിരി ഇങ്ങോട്ട് ചോദിക്കുകയാണ്, കടൽ അടുത്തു അല്ലേ ശങ്കര? അദ്ദേഹം അത് അവിടെ കേട്ടുകൊണ്ട് നിന്നു. എന്തു പറയാനാണ്? തൊട്ടരികിൽ ഇരിപ്പുണ്ട് ഈഴവപ്പറമ്പിൽ വേലായുധൻ എന്ന ധർമ്മപട സംഘത്തിന്റെ സ്ഥാപകനായ, കൊച്ചിൻ ബാങ്കിന്റെ സ്ഥാപകനായ, കൊച്ചിൻ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ തുടക്കക്കാരനായ പ്രമാണി ഈഴവപ്പറമ്പിൽ വേലായുധൻ എന്ന ബോധാനന്ദൻ നോക്കിയിട്ട് പറഞ്ഞു, ബോധാനന്ദ കൂടെ പോകും. ചമ്പരം പഠിച്ചിരുന്ന ബോധാനന്ദൻ എഴുന്നേറ്റു. എവിടേക്കെന്ന് ചോദിച്ചില്ല, എന്തിനെന്ന് ചോദിച്ചില്ല, കൂടെ പോയി. ഉച്ചയ്ക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. വൈകുന്നേരമായി ഇവിടെ എത്തിയപ്പോ വൈകുന്നേരം വീണ്ടും വൈക്കാട്ട് ഭവനത്തിനരികിലെത്തി, വീട്ടിനരികിലെ പൊക്കാഞ്ചേരി കടപ്പുറത്തെത്തി. അപ്പോഴേക്കും കടല് അവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ അരികെ വരെ എത്തിക്കഴിഞ്ഞിരുന്നു. കടലെടുക്കും, സംശയമില്ല. ബോധാനന്ദൻ എന്ത് ചെയ്തു? തന്റെ എല്ലാമായ തമ്പുരാനെ, തന്റെ സർവസ്വമായ തമ്പുരാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ഇടിഞ്ഞു തുടങ്ങുന്ന മണൽത്തിട്ടയിൽ തെക്ക് വടക്ക് ദിശയിൽ ഇടത് കൈക്കൊണ്ട് ഇങ്ങനെ കൈത്തലം താങ്ങിക്കൊണ്ട് അനന്ത പത്മനാഭനെ പോലെ പടിഞ്ഞാറേക്ക് കലിതുള്ളുന്നത് മാതിരി, കാർമേഘം കൊണ്ട് കലിതുള്ളുന്ന കാലവർഷത്തെ മാതിരി രാക്ഷസ തിരകൾ കൊണ്ട് അമ്മാനമാടുന്ന അറബിക്കടൽ എന്ന ഭ്രാന്തിയെ നോക്കിക്കൊണ്ട് അങ്ങനെ കിടന്നു. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഏതൊരു നിമിഷമാണോ ശ്രീ നാരായണ ഗുരുദേവന്റെ
വിശിഷ്ടനായ ശിഷ്യൻ അങ്ങനെ പടിഞ്ഞാറേക്ക് നോക്കിക്കൊണ്ട് തെക്ക് വടക്ക് ദിശയിൽ തെക്കോട്ട് ശിരസ് വെച്ച് ഇടം കൈകൊണ്ട് ശിരസ് താങ്ങി കടലിനെ നോക്കിക്കൊണ്ട് അങ്ങനെ കിടന്നത്. ആ നിമിഷം മുതൽ അറബിക്കടൽ മുന്നോട്ട് വന്നിട്ടില്ല. നിന്നെടുത്ത് നിന്ന് തുള്ളി അറബിക്കടൽ എന്ന രാക്ഷസി അവൾ മുന്നോട്ട് വന്നിട്ടില്ല. ബോധാനന്ദൻ അങ്ങനെ കിടന്നു ഒരു രാത്രി മുഴുവൻ. ഒരു പോള കണ്ണടയ്ക്കാതെ, ഒരിറ്റ് വെള്ളം കുടിക്കാതെ, ഒരു വറ്റി കഴിക്കാതെ. പുലർച്ചയായ സമയത്ത് ഭാനുമാനെ പോലെ ശ്രീ നാരായണ പരമഹംസർ അവിടേക്ക് എഴുന്നള്ളി. ബോധാനന്ദൻ ചാടി കിടന്നിട്ടു. പ്രമാണികൾ ഇതുകൂടി സ്വാമിത്വപാദങ്ങൾ മുക്കാഞ്ചേരി കടപ്പുറത്തിന്റെ തെക്ക് ഭാഗം തൊട്ട് വടക്ക് ഭാഗം വരെ കണ്ടുപിടിച്ചു. ശാന്തമായ യോഗനയനങ്ങൾ കൊണ്ടുള്ള സ്പർശനം. എന്താ ഞാൻ പറയുന്നത്? കടലടങ്ങി. 1906 ശ്രീ നാരായണ ഗുരുദേവൻ തൃക്കണ്ണുകൾ കൊണ്ട് ശാന്തമാക്കിയ കടൽ ഇന്നും ശാന്തമാണ് അവിടെ. കാൽനൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിന്റെ പടിഞ്ഞാറ് തീരങ്ങളൊക്കെ തന്നെയും സുനാമി തിരമാലകൾ കൊണ്ട് നക്കിത്തുടച്ച ജീവനും സ്വത്തിനും ഒക്കെ തന്നെ വൻ നാശമുണ്ടാക്കിയ അവസരത്തിൽ, അറബിക്കടൽ എന്ന രാക്ഷസി വീണ്ടും കൈതുള്ളിയ അവസരത്തിലും പൊക്കാഞ്ചേരി കടപ്പുറം ശാന്തമായിരുന്നു. ആർക്കും പരിശോധിക്കാം. എന്റെ വാക്കുകൾ സത്യമാണോ എന്ന് ആർക്കും പരിശോധിക്കാം. ഈ സത്യം പറയുന്നതിന് വേണ്ടി ആപ്പിൾ കമ്പനിയിലെ ജോലിക്കാരനായ ബാലഗോപാലേട്ടൻ, വൈക്കാട് ശങ്കരന്റെ മകൻ ഭോലിരാജന്റെ മകൻ കരുണാകരന്റെ മകനായ ബാലഗോപാലേട്ടനും നീരിടത്തിയും ഇന്നും അവിടെ താമസിക്കുന്നു. ഈ സത്യം നിങ്ങളോട് പറയാൻ പ്രകൃതി ശക്തിയെ പോലും വരുതിക്ക് നിർത്തിയ ഈശ്വര സ്വരൂപൻ ശ്രീ നാരായണ പരമഹംസർ. നിങ്ങൾ ചെന്ന് കാണണം. തിരിച്ചു വരുമ്പോഴേ ഏറെ നേരം സ്വാമിയോടെ ചെലവഴിച്ചു. തിരിച്ചു വരുമ്പോഴും വയക്കാട് വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കുള്ള ബദാം വൃക്ഷത്തിന്റെ ചുവട്ടിൽ, ഇന്ത്യൻ ബദാം വൃക്ഷത്തിന്റെ, നാട്ടുകാർ കേരളീയ തല്ലിത്തേങ്ങ മരം എന്ന് പറയും, ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇത്ര നേരം നിന്നു. അവിടെ നിന്നപ്പോ വല്ലാത്ത ചൂട് കൊണ്ട് ശങ്കരന്നു ഊതി. സ്വാമി മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ശങ്കര, ഇത് ഒരുമിച്ച് കൂടി നല്ല തണലാവും, ചെന്ന് നോക്കൂ സ്വാമിയുടെ 906 വാക്കുകൾ സത്യമാണോ എന്ന്. അന്നത്തെ ആ ബദാവൃക്ഷത്തിന്റെ രണ്ട് ശിഖരമായി നിന്ന ആ ബദാവൃക്ഷം കാണാവുയരത്തിലെത്തിയിട്ട്, കയ്യെത്തുന്ന ഉയരത്തിലല്ല, കാണാവുയരത്തിലെത്തിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. നമ്മുടെ ബാഡ്മിന്റൺ കളിക്കുന്ന ബാറ്റുമാണ്. അന്ന് സ്വാമി പറഞ്ഞു, ശങ്കര, ഇത് ഒരുമിച്ച് കൂടി ഒരു തണലാവും. രണ്ടും ഒരുമിച്ച് ചേർന്ന് തണലായി പന്തലിച്ച് നിൽക്കുന്നു. അതാണ് സ്വാമി. ആ സ്വാമി തൃപ്പാദങ്ങൾ അരികിലേക്കാണ് രവീന്ദ്രനാഥ ടാഗോർ വരുന്നത്. പറഞ്ഞ വാക്യം എന്താണ്? അങ്ങയെ കണ്ട മാത്രയിൽ എന്റെ മനസ്സിൽ ഒരു മാറ്റമുണ്ടായി. ആരാര് കാണുന്നുവോ കാണുന്നവർക്കൊക്കെ തന്നെയും ഈ മാറ്റമുണ്ടാകും. സംശയമില്ല. അങ്ങനെ അവർ ഒത്തിരി നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോ അംഗദേശത്തിന് നായകന്മാരും സായിപ്പുമായ രണ്ടുപേർക്ക് വിശിഷ്ട അതിഥികൾക്ക് വേണ്ടി വിശിഷ്ടമായ ഭക്ഷണം പ്രത്യേകം പാചകക്കാരെ കൊണ്ട് തയ്യാറാക്കിപ്പിച്ച് അപ്പുറത്ത് പൽപ്പ് വെച്ചിട്ടുണ്ട്. പക്ഷെ സ്വാമി ഒരു ഭക്ഷണം കൊടുത്തു. ഒരു തളികയില് ഒരു ഭക്ഷണം, കേരളത്തിന്റെ സ്വന്തം അലുവ, പാകം ചെയ്യാത്ത അലുവ. ഏതാ രാവിലെ ഒരാൾ വന്നില്ലേ, സ്വാമി എന്റെ 2 തെങ്ങ് മണ്ട പോയി സ്വാമി, പടന്നു വീട് സ്വാമി. അപ്പോഴും പറഞ്ഞു, എന്താ പറഞ്ഞു, കുരുത്തോലൊക്കെ കളഞ്ഞിട്ട് അതിന്റെ കൂമ്പ് നീ കുടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ആ കൂമ്പ് അത് പക്ഷേ നിങ്ങൾ ആരും കഴിക്കാൻ സാധ്യതയില്ല, വളരെ അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ. പക്ഷെ നിങ്ങൾ തെങ്ങിന്റെ ആ കാമ്പ് കഴിച്ചിട്ടുണ്ടാവും. മുളച്ചു വരുന്ന തെങ്ങിന്റെ കാമ്പ്, പൊങ്ങ് എന്നാണ് നാട്ടിൽ പറയുക, പൊങ്ങെന്നാണ് പറയുന്നത്. എത്ര സോഫ്റ്റ് ആണ്, എത്ര സ്വീറ്റ് ആണ്, എത്ര സോഫ്റ്റ് ആണ്, അല്ല ടേസ്റ്റിയാണ്. അതിനേക്കാളും ടേസ്റ്റിയാണ് ഇത്, അതിനേക്കാളും വളരെ രസകരമാണ്. ഇത് കഴിച്ചിട്ട് രവീന്ദ്രനാഥ് ടാഗോർ ചോദിച്ചു, ഇതെന്താണ്, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ. അദ്ദേഹം വിചാരിച്ചു എന്തോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ്. സ്വാമി ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കണ്ടിട്ടും മതിയാവുന്നില്ല, കേട്ടിട്ടും മതിയാവുന്നില്ല, കണ്ടിട്ടും മതിയാവുന്നില്ല, കേട്ടിട്ടും മതിയാവുന്നില്ല, സംസാരിച്ചിട്ടും മതിയാവുന്നില്ല. പക്ഷെ പോകേണ്ട സമയമായി. പോകാതിരിക്കാൻ പറ്റുമോ? എഴുന്നേറ്റു. കണ്ടിട്ടും മതിയാവാതെ, കേട്ടിട്ടും മതിയാവാതെ ശ്രീ നാരായണ ഗുരുദേവന്റെ അരികിൽ നിൽക്കുന്നവര് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്ന സ്വാമി തൃപ്പാദങ്ങളുടെ 2 കരങ്ങളും ഒരുമിച്ച് ചേർത്ത് മുന്നിലേക്ക് വലിച്ച് അതിൽ മുഖമമർത്തി ചുംബിച്ചിട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ വൈദിക മഠത്തിന്റെ പടിയിറങ്ങുന്നത്. എന്നായിരുന്നു ഇത്? 22/11/2022
22 എന്താ പടിയിറങ്ങുന്നത്. പടിയിറങ്ങി വരുന്ന അവസരത്തിൽ രണ്ടുപേരുടെയും ഉള്ളം, രണ്ടുപേരുടെയും ഹൃദയം ദൈവജ്ഞാനം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, ദൈവചിന്ത കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അവസരത്തിൽ ഫാദർ ആൻഡ്രൂസ്, രവീന്ദ്രനാഥ് ടാഗോറിനോട് ചോദിച്ചു, അങ്ങേക്ക് ഈ വിശിഷ്ട വ്യക്തിയെ കുറിച്ച് അങ്ങേക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ച അവസരത്തിലാണ് കുമാരമക്കയില് സന്ദർശക ഡയറി കൊണ്ടുവരുന്നത്. അതിലേക്ക് എഴുതി, രവീന്ദ്രനാഥ ടാഗോർ എഴുതി, സ്വന്തം കൈപ്പടയിൽ എഴുതി, ആൻഡ്രൂസിനെ കൊണ്ട് എഴുതിച്ചില്ല, രവീന്ദ്രനാഥ ടാഗോർ എഴുതി. ആ എഴുതിയതിന്റെ രത്നചുരുക്കം ഇതാണ്: ഞാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്, ധാരാളം മഹാന്മാരെയും മഹതുകളെയും ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ തിരുവിതാംകൂറിലെ ശ്രീനാരായണ ഗുരുവിനോളം അഥവാ അതിനേക്കാൾ ഏറെ വൈശിഷ്ട്യമുള്ള ഒരാളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന ലോകനയനങ്ങളും ഈശ്വരഭാവം തുളുമ്പുന്ന മുഖവും എനിക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. ഇത് വായിച്ചപ്പോ സായിപ്പായ ആൻഡ്രൂസിന്റെ മനസ്സിൽ ദൈവചിന്തനത്തിന്റെ ഒരു വേലിയേറ്റം ഉണ്ടായി. തനിക്കത് ആരോടെങ്കിലും പറയണം, എന്തിനോടെങ്കിലും പറയണം, ഗുരുവിനെ കുറിച്ച് ആരോടെങ്കിലും പറയണം. ഓടി വന്നു, ഗസ്റ്റ് ഹൗസിൽ വന്നു, തിരുവിതാംകൂറിലെ ഗസ്റ്റ് ഹൗസിൽ വന്നു അപ്പോൾ തന്നെ പേനയെടുത്ത് എഴുതാനിരുന്നു. തന്റെ ബോസമ്മേറ്റ് അന്തരംഗ സുഹൃത്ത്, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതി, ആ ചങ്ങാതിക്ക് ഒരു കത്തെഴുതി. പ്രിയപ്പെട്ട ചങ്ങാതി, ആരാ ചങ്ങാതി? ലോകത്തിലെ ഏറ്റവും വലിയ നോവൽ എഴുതിയ ആള്, ഫ്രഞ്ച് സാഹിത്യകാരൻ മിസ്റ്റർ റോമൈൻ റോളൻസ്. അദ്ദേഹത്തിന്റെ കത്തെഴുതി, പ്രിയപ്പെട്ട ചങ്ങാതി, ബെത്ലഹേം തെരുവുകളിൽ കുഞ്ഞാടുകളെ വെച്ച് നടക്കുന്ന ദൈവത്തെ ഞാൻ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് ശിവഗിരിക്കുന്നിൽ വാണിടുന്ന ശ്രീ നാരായണ ഗുരുവല്ലാതെ മറ്റൊരാളല്ല. കണ്ടോ? ആരാ പറഞ്ഞത്? ക്രിസ്ത്യൻ തിയോളജിയില് നല്ല ജ്ഞാനമുള്ള ഒരു കത്തോലിക്ക പുരോഹിതനോളം പഠിച്ചിട്ടുള്ള ഒരു സായിപ്പ് പറയുകയാണ്, ബെത്ലഹേം തെരുവുകളിൽ കുഞ്ഞാടുകളെ മേച്ച് നടക്കുന്ന ദൈവത്തെ ഞാൻ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് ശിവഗിരിക്കുന്നിൽ വാണരുളുന്ന ശ്രീ നാരായണ ഗുരുവല്ലാതെ മറ്റൊരാളല്ല. ദൈവത്തെ ഞാൻ മനുഷ്യരൂപത്തിൽ കണ്ടു. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. റൊമൈൻ റോളൻസിന്റെ കത്തുകൾ പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഫ്രഞ്ചില് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, ആർക്കും പരിശോധിക്കാം. ആ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ആ ദൈവത്തെയാണ് ലോകത്തിലെ അനേക കോടി ജനങ്ങൾ ആരാധിക്കുന്നത്. അപ്പോഴാൾക്കാർ ചോദിക്കും, എന്തിനാ ആരാധിക്കുന്നത്? നാരായണ ഗുരുസ്വാമി സാമൂഹ്യ പരിഷ്കർത്താവല്ലേ, കവിയല്ലേ, നവോത്ഥാന നായകനല്ലേ, നിങ്ങൾ എന്ത് വിഡിത്താ ചെയ്യുന്നത്? അങ്ങനെയുള്ള ഒരാളെ ഗുരുമന്ദിരങ്ങളെ വെച്ച് ആരാധിക്കുന്നു, ഗുരുക്ഷേത്രങ്ങൾ കെട്ടിവെച്ച് പൂജിക്കുന്നു. തെറ്റല്ലേ ഇത്? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്റെ കുട്ടിക്കാലത്ത് ഞാനും ഷാഫിയൊക്കെ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ ഈനോസ് എന്ന് പറഞ്ഞൊരു സാറ് ഉണ്ടായിരുന്നു. ഷാഫി എന്റെ വിലങ്ങുണ്ട്. ഈനോസ് എന്ന് പറയുന്ന സാറിന്റെ നോസ് വെച്ചിട്ട് വീണ്ടതായിരുന്നു. മുണ്ട് മാത്രമേ ഉള്ളൂ, താനിടാൻ മുഖത്തെ ഇളച്ചിരി പക്കം പറഞ്ഞിട്ട് വെളുത്തിട്ട് നല്ല സുന്ദരനാണ്. അദ്ദേഹം ഒരിക്കൽ സാമൂഹ്യ പരിഷ്കർത്താവായ ഒരാളെ കുറിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. സോഷ്യൽ സയൻസിന്റെ സാമൂഹ്യപാഠമല്ല, ഞങ്ങൾ പറയുന്നത് സാമ്യപാഠം. ഈ സാമൂഹ്യപാഠം പുസ്തകത്തിന്റെ ഇടത് ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഒരു ചിത്രമുണ്ട്, ഒരു കൂർപ്പ തൊപ്പിയൊക്കെ വെച്ച് മൂക്കൊക്കെ നീണ്ട ഈ രാജാറാം മോഹൻ റായ് എന്ന് പറയുന്ന ഈ ഇയാളിങ്ങനെ സാമൂഹ്യ പരിഷ്കർത്താവ് ഇങ്ങനെ ഇരിക്കുന്നു. എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, സാമൂഹ്യ പരിഷ്കർത്താവാണ്. അപ്പൊ മനസ്സിലേക്ക് ആദ്യം കയറുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റായ്. മനസ്സിലുണ്ട്. അദ്ദേഹം സതി നിർത്തലാക്കി, വില്യം ബെഞ്ചമിന്റെ സഹായത്തോടുകൂടി സതി എന്ന ദുരാചാരത്തിൽ നിർത്തലാക്കി. സാമൂഹ്യ പരിഷ്കർത്താവാണ്, കൊള്ളാം. അത് കഴിഞ്ഞപ്പോ പിന്നെ വായനയുടെ ലോകത്ത് വിഹരിക്കുന്ന അവസരത്തിൽ അക്കാലത്ത് ചാതുർവർണ്ണത്തിന് ചതുരക്കെട്ടിൽപ്പെട്ടുപോയ സാധുക്കളായ ജനങ്ങൾക്ക് മാത്രമല്ല, ചാതുർവർണ്ണത്തിന്റെ ചതുരക്കെട്ടിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന തലതൊട്ടപ്പന്മാരായ ബ്രാഹ്മണരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ദുരാചാര ജടിലമായ ജീവിതം നയിച്ചിരുന്നത്. അവിടുത്തെ സ്ത്രീകളെ ഒന്ന് നോക്കൂ, ഒരു പേരുണ്ട്, അന്തർജനം. പുറത്തിറങ്ങാൻ അധികാരമില്ല, വേദം പഠിക്കാൻ അധികാരമില്ല. അവരങ്ങനെ പുകച്ചുള്ളിൽപ്പെട്ട് ചുരുണ്ട് ഇല്ലാതായിക്കൊള്ളണം. ഒരു 14 വയസ്സുള്ള പെൺകുട്ടിയെ ചിലപ്പോൾ വേളി കഴിച്ചു കൊടുക്കുന്നത് 82 വയസ്സുള്ള വൃദ്ധനായിരിക്കും. വേളി കഴിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ്, സ്വന്തം വീട്ടിലെത്തുന്നതിനും ചിലപ്പോൾ അദ്ദേഹം തട്ടിപ്പോയെന്ന് വരും. വിധവയായി, വിധി വൈവല്യം ചേർത്തു, അവൾക്ക് വൈധവ്യം നൽകി. പിന്നെ ജീവിതകാലം മുഴുവൻ അവൾ വെള്ളവസ്ത്രം ധരിച്ച് ഒരു പൊട്ടുതൊടാനാവാതെ അങ്ങനെ ജീവിച്ച്
വെളുത്ത ശാപമായി ജീവിച്ചു നിൽക്കണം. അങ്ങനെ ദുരാചാര ജടിലമായ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് സ്വാമി തൃപ്പാദങ്ങളുടെ ദർശനത്തെ കണ്ട് ആദർശത്തെ കണ്ട് ഒരു തീനാമ്പുണ്ടായി PT ഭട്ടതിരിപ്പാട് ഇറങ്ങി വന്നു. ബ്രാഹ്മണരുടെ ജീവിതത്തിലെ സവർണരുടെ ജീവിതത്തിലെ നന്മയ്ക്ക് വേണ്ടി അടുക്കളയിൽ വെറും പുകച്ചുരുളുകളായി മാത്രം ജീവിച്ചു തീരേണ്ട, ഹോമിച്ചു തീരേണ്ട ആ സാധുക്കളെ, അന്തർജനങ്ങളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവന്നു അദ്ദേഹം. PT ഭട്ടതിരിപ്പാട് സംസ്കൃതാവാണ്, അംഗീകരിക്കണം. 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന ബൃഹത്തായ സംഘടനയ്ക്ക് നാരായണ ഗുരുസ്വാമി ജന്മം കൊടുത്ത അവസരത്തിൽ സ്വാമിയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഭക്തന്മാരിൽ ഒരാളായ മന്നത്ത് പത്മനാഭനോട് പറഞ്ഞു, ഇതുപോലെ സമുദായത്തിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കണം. മന്നമോട് നടന്നു, കേരളത്തിലെമ്പാടും കൂടി നടന്നു. അങ്ങനെ 1914 ഏപ്രിൽ മാസത്തിൽ കോട്ടയത്ത് വെച്ച് സൂത്രപ്രമാണികളെ ഗംഭീരമായൊരു മീറ്റിംഗ് വിളിക്കുകയുണ്ടായി. ആ മീറ്റിംഗ് നിലവിളക്ക് തെളിച്ച് ഉദ്ഘാടനം ചെയ്ത് ആരാണെന്ന് അറിയാവോ? അറിയണം, നമ്മൾ ലോകമറിയണം. 1914 ഏപ്രിൽ മാസത്തിൽ കോട്ടയത്ത് വെച്ച് നടന്ന, അന്ന് നായർന്ന് പറയില്ല, ശൂദ്രനാണ്, ആ മഹത്തായ സമ്മേളനം നിലവിളക്കിൻ തിരിതെളിച്ചോട് ഉദ്ഘാടനം ചെയ്തത് ശ്രീനാരായണ പരമഹംസരാണ്. പിന്നീട് അതേ വർഷം ഒക്ടോബർ മാസത്തിൽ ചങ്ങനാശ്ശേരിയിലെ മന്നത്ത് വീട്ടിൽ കുടിക്കൊണ്ട പ്രാർത്ഥനയോടുകൂടി ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നു, നായർ ഭക്തജന സംഘം. പിന്നീട് അത് നായർ സർവീസ് സൊസൈറ്റി ആവുന്നു. ഗുരുവിന്റെ അനുഗ്രഹത്താൽ മറ്റൊരു സംഘടന. പിന്നെയോ തീർന്നില്ല, മഹാത്മാ അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, യോഗക്ഷേമ സഭ. അങ്ങനെ കേരളത്തിൽ നവോത്ഥാനങ്ങൾ ഇങ്ങനെ ഒത്തിരി ഉണ്ടാവുന്നു. ഇവരൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്, ഇവരൊക്കെ നവോത്ഥാന നായകരാണ്, ഇവർ പലരും നല്ല കവികളാണ്, സംശയം വേണ്ട. പക്ഷെ ആലോചിക്കുക, രാജാറാം മോഹൻ റായിയെ, മന്നത്ത് പത്മനാഭനെ, PT ഭട്ടതിരിപ്പാടിനെ ഈ ലോകത്തെവിടെയെങ്കിലും ഒരു മന്ദിരം കെട്ടിവെച്ച് അതിൽ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഓം ശ്രീ നാരായണ പരമഗുരവേ നമ, ഓം സംസാരതാപശമനായ നമ, ഓം മനുഷ്യ വിഗ്രഹായ നമ എന്ന് ചൊല്ലിക്കൊണ്ട് പൂജിക്കാറുണ്ടോ? ആരാധിക്കാറുണ്ടോ? ഇല്ല. എന്താ കാരണം? നാളെ ഈ പ്രപഞ്ചം നിങ്ങളോട് ചോദിക്കും. നാളെ ഈ ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ആയിരങ്ങൾ നിങ്ങളോട് ചോദിക്കും. എന്നെ കേൾക്കാത്ത ആയിരങ്ങൾ ചോദിക്കും, നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ? മണ്ണിൽ ജനിച്ച ഒരാളെ വെറുതെ ദൈവമെന്ന് കരുതി ആരാധിക്കുക, പൂജിക്കുക, നേദ്യം ചെയ്യുക, പ്രാർത്ഥിക്കുക, ദൈവമെന്ന് ഉദ്ഘോഷിക്കുക തെറ്റല്ലേ? അല്ല. എന്താ അതിന് കാരണം? മഹാത്മാ അയ്യങ്കാളിയോ, മന്നത്ത് പത്മനാഭനോ, രാജാറാം മോഹൻ റായിയോ, മഹാത്മാഗാന്ധിയോ ത്യാഗനിർഭരമായ തപസ്സിലൂടെ ദൈവത്തെ അറിഞ്ഞ ദൈവമായി മാറിയിട്ടില്ല. ത്യാഗനിർഭരമായ തപസ്സിലൂടെ ദൈവത്തെ അറിഞ്ഞ ദൈവമായി മാറിയിട്ടില്ല. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ്, അതിലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് കപിലവസ്തുവിലെ ശുദ്ധോദന മഹാരാജാവിന്റെ പുത്രൻ അദ്ദേഹം കളഞ്ഞു. സുന്ദരിയായ ഭാര്യ യശോധര കൊട്ടാരത്തിൽ ഉറങ്ങിക്കിടക്കുന്നു, തൂവൽ ശൈലിയിൽ ഉറങ്ങിക്കിടക്കുന്നു. വാത്സല്യഭാജനമായ പുത്രൻ രാഹുലൻ അമ്മയെ കെട്ടിപ്പിടിച്ചിറങ്ങുന്നു. എല്ലാ സുഖ സൗകര്യവുമുള്ള രാജകൊട്ടാരത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ അത് വിട്ട് ചിത്രാപൗർണമി നാളിൽ നിലാവിങ്ങനെ വാർന്നൊഴുകുന്ന നാളിൽ ഒരു സുഖവും എനിക്ക് വേണ്ട, ഒരു സന്തോഷവും എനിക്ക് വേണ്ട എന്ന് വെച്ചിട്ട് കപിലവസ്തുവിൽ ഇറങ്ങി നടക്കുന്നു. നടന്ന് എത്തിച്ചേരും തൊട്ടപ്പുറത്ത നമ്മുടെ ഉത്തർപ്രദേശിൽ. അവിടെ ഗയയില് അവിടെ രാമരത്തിന് ചുവട്ടിൽ കൊണ്ടിരുന്നു. ധ്യാനം സിദ്ധാർത്ഥൻ ധ്യാനം ദീർഘമായ ധ്യാനത്തിനൊരു അതിന്റെ ഒടുവില് ബോധോദയം ഉണ്ടാവുന്നു. അങ്ങനെ ബോധോദയം ഉണ്ടായി ആ ബോധിവൃക്ഷത്തിന്റെ അശ്വത്ഥത്തിന്റെ ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്നത് പ്രണവമറിഞ്ഞ തമ്പുരാനാണ്. അവിടേക്ക് പോയ സിദ്ധാർത്ഥനല്ല, പിന്നെയോ പ്രണവമറിഞ്ഞ സത്യസാക്ഷാത്കാരം സിദ്ധിച്ച എൻലൈറ്റൻമെന്റ് കിട്ടിയ ബോധോദയമുണ്ടായ ശ്രീബുദ്ധ ഭഗവാനാണ്. ആ ശ്രീബുദ്ധ ഭഗവാനെ നാം ആരാധിക്കുന്നു, പൂജിക്കുന്നു. തീർന്നില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ്
ജോസഫിന്റെയും മറിയയുടെയും മകൻ ഇമ്മാനുവൽ ചെറുപ്പകാലത്ത് ഭാരതത്തിൽ വന്നു. ഇവിടുന്ന് ജ്ഞാനം സിദ്ധിച്ചു, തിരിച്ചുപോയി. എന്നിട്ട് തപോർ മാമനയിൽ തപസ്, ദീർഘമായ തപസ്സിന്റെ ഒടുവിൽ ദൈവത്തിന്റെ ഉൾവിളി ഉണ്ടായി, യഹോവയുടെ ഉൾവിളി ഉണ്ടായി. ആ ഉൾവിളി ലഭിച്ചിട്ട്, ദൈവജ്ഞാനം ലഭിച്ചിട്ട് ഇറങ്ങി വരുന്നത് കയറിപ്പോയി ഇമ്മാനുവൽ അല്ല, ശ്രീ യേശുദേവനാണ്. ആ യേശുദേവനെ നാം പ്രാർത്ഥിക്കുന്നു, പൂജിക്കുന്നു, ആരാധിക്കുന്നു. തീർന്നില്ല. ഖുറൈശി വർഗക്കാരനായ മുഹമ്മദ് ഹിറാ ഗുഹയിൽ തപസ്സിരുന്നു. ആ തപസ്സിന്റെ മൂർധന്യതയില് അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടു, തിരുവചനങ്ങൾ ചൊല്ലിക്കൊടുത്തു. അവിടെയും കിട്ടി ബോധോദയം. അക്ഷരജ്ഞാനമില്ലായിരുന്നു നബിക്ക്, മുഹമ്മദിന് അക്ഷരജ്ഞാനമില്ലായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അത് നേടി തിരിച്ചിറങ്ങുന്നു. ആ ഹിറാ ഗുഹയിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്നത് കയറിപ്പോയി മുഹമ്മദ് അല്ല, മറിച്ച് അള്ളാഹുവിന്റെ സ്പർശനം കിട്ടിയ നബി തിരുമേനിയാണ്. ആ നബി തിരുമേനിയെ വാഴ്ത്തുന്നു. അതുപോലെ തിരുവനന്തപുരത്ത് മണക്കൽ ഗ്രാമത്തിൽ ലോകനാഥനായ മാടനാശാന്റെയും ജഗന്മാതാവായ കുട്ടിയമ്മയുടെയും ആദ്യത്തെ അരുമ സന്താനമായി തിരുവവതാരം ചെയ്ത നാടുവന്ന നാരായണൻ, തൊട്ടപ്പുറത്തെ വീട്ടിൽ കിഴക്കേ വയൽവാരം വീട്ടിൽ പോയി ആദ്യമായി അക്ഷരം കുറിച്ച ശങ്കരൻ ചട്ടമ്പിയിൽ നിന്ന് ആദ്യമായ അക്ഷരം ചുണ്ടാണി വിരൽത്തുമ്പിലൂടെ പലകയിൽ അക്ഷരം എഴുതി ആദ്യം അക്ഷരത്തിന് നോവറിഞ്ഞ നാരായണൻ എന്ന് നാടുവന്ന കൊച്ചുകുട്ടി. പഴയകാലത്തെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ശത്രുക്കളിൽ പ്രധാനികളായിരുന്ന 8 വീട്ടിൽ പിള്ളമാരിൽ പ്രമാണിയായിരുന്ന ചെമ്പഴമ്പി മൂത്തപിള്ള, കണ്ണങ്കര മൂത്തപിള്ളയുടെ വീട്ടിൽ വിദ്യാഭ്യാസം കുറിച്ച നാടുവന്ന കൊച്ചുകുട്ടി. അതിനുശേഷം അച്ഛന്റെ അരികിൽ ഉപരിപഠനം നടത്തിയ, ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം ചെയ്ത നാടുവന്ന കുട്ടി. മുതിർന്നു കഴിഞ്ഞപ്പോ വാരണപ്പള്ളിക്കടുത്ത് കായംകുളത്ത് കുമ്മംപള്ളി രാമൻപിള്ള ആശാന്റെ അരികിൽ വളരെ ഉയർന്ന ഉപരിപഠനം നടത്തിയ നാടുവന്ന ചെറുപ്പക്കാരൻ. പിന്നെ വീടിനടുത്തും മറ്റതെങ്കിലും ഒക്കെ തന്നെ ചെറിയ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച നാടുവന്ന നാടുവാശാൻ. അതും കഴിഞ്ഞിട്ട് പിന്നീട് മരുത്വാമലയിലെ പിള്ളത്തറ ഗുഹയിൽ ത്യാഗനിർഭരമായ തപസ്സിലൂടെ ദൈവത്തെ അറിഞ്ഞ് ദൈവമായി മാറിയ, ബ്രഹ്മത്തെ അറിഞ്ഞ് ബ്രഹ്മമായി മാറിയ, പ്രണവമറിഞ്ഞുണർന്ന മുനിയായ നാടുവന്ന നാരായണൻ. ആലോചിച്ച് നോക്കൂ, ആ തപസ്സിന് ശേഷം അവിടുന്ന് ഉണരുന്നത് കയറിപ്പോയ അവധൂത നാരായണനല്ല, ദൈവത്തെ അറിഞ്ഞ് ദൈവമായി മാറിയ ഈശ്വര സ്വരൂപനാണ്. ഇങ്ങനെ ഒരു ഈശ്വര സ്വരൂപത്വം തപസ് ചെയ്യാത്തവരായ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കില്ല. ഇത് മനസ്സിലാവണമെങ്കിൽ ഗുരുവിന്റെ പ്രഥമ ശിഷ്യന്മാരും ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ പലരും എഴുതിയ ജീവചരിത്രങ്ങൾ വായിക്കണം. അതിൽ യോഗയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കണം. യോഗ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം ശരീരത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, അവരുടെ ബുദ്ധിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ചിത്തത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ആരാണെന്ന് 1000 തവണ ചോദിച്ചാൽ പറയാൻ ഉത്തരമുണ്ട്. നാളെ ഒരു സ്വാമിയെ കുറിച്ച് ചോദിക്കണം. ഗുരുവിനെ അല്ലാതെ അറിയാനാവില്ല. അതുകൊണ്ട് ഗുരുവിനെ തന്റെ ശരീരത്തിലെ ഓരോ കോശത്തിലും നിറച്ചു വെച്ചിരിക്കുന്ന കുമാരി പാടുന്നു. 1916 നാരായണ ഗുരുസ്വാമിയുടെ ഷഷ്ടിപൂർത്തി സമയത്ത് തന്റെ എല്ലാമായ ഗുരുവിന് വേണ്ടി, ഗുരുവിനായിക്കൊണ്ട്, ഗുരുവിനെ തന്നെ എഴുതി അക്ഷരം കൊണ്ട് പൂജ നടത്തിയ, അക്ഷരം കൊണ്ട് വരച്ചു വെച്ച ഗുരുവെന്ന ഗതിയിൽ ഇന്നത്തെ കാലത്തെ ആൾക്കാരുടെ ചിന്ത ഇങ്ങനെയാവുമെന്ന് കരുതിയാണോ എന്നെനിക്ക് അറിയില്ല. അന്നേ കുമാരി എഴുതി വെച്ചിരിക്കുന്നു, ആരായുകിൽ ഉണ്ടോ, നാരായണ ഗുരുസ്വാമി അറിയണമെങ്കിൽ ആരായണം. നാരായണ ഗുരുസ്വാമി അറിയണമെങ്കിൽ ആരായണം. ഗുരുവാര് എന്ന് 1000 തവണ ആരായുന്ന മനസ്സിന്റെ ഉള്ളിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ തിരുവവതാരം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. യാതൊരു സംശയമില്ല. ആരായാത്തവർക്ക് ഗുരു ദൈവമല്ല, അറിയാത്തവർക്ക് ഗുരു ദൈവമല്ല. അതുകൊണ്ട് അറിയുന്നവർക്കാണ് ദൈവമെന്ന് ഗുരുവെന്ന കൃതിയുടെ ആദ്യത്തെ 4 വരിയിൽ എഴുതി വെച്ചിരിക്കുന്നു. ആരായുകിൽ അന്ധത്വമൊഴിച്ചാതിമഹസിൽ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. കുമാരൻ പല കൃതിയിലും എഴുതിയിട്ടുണ്ട്, പല കൃതിയിലും പറഞ്ഞിട്ടുണ്ട്.
ശിവനെ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതിയ കൃതി എഴുതിയിരിക്കുന്നത് എന്താ? നാരായണ ഗുരുസ്വാമിയാണ് എന്റെ ദൈവം. ശിവൻ ദൈവമൊക്കെ കാര്യം ശരിയാ, പക്ഷെ എന്റെ ദൈവം നാരായണ ഗുരുസ്വാമിയാണ്. ഭക്തവിലാപത്തിൽ എഴുതിയിരിക്കുന്നു നാരായണ ഗുരുസ്വാമിയാണ് എന്റെ ദൈവം. എന്റെയോ ഗുരുപാദ ദശകം വായിച്ചു നോക്കണം, കരയുക തന്നെ ചെയ്യും. ആരാണ് ഗുരു? ആരാണ് ഗുരു? എനിക്കെല്ലാമായിരുന്നു, അച്ഛനാണ്, അമ്മയാണ്, സർവസ്വമാണ്. ഇത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും പറയും, സാറേ ഞങ്ങളും അങ്ങനെ കരുതാറുണ്ട്. എപ്പോ ഞങ്ങൾ പുഷ്പാഞ്ജലി മന്ത്രം പറഞ്ഞിട്ട് ഞങ്ങൾ ചൊല്ലാറുണ്ട്. ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബന്ധൂച സഖാ ത്വമേവ ചൊല്ലാറില്ലേ? എന്തൊക്കെയാ പറയുന്നത്? ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ഇതിനെക്കുറിച്ച് പറയാ നോണ. സ്വാമിയെ പറഞ്ഞ് പറ്റിക്കുക. സ്വാമിയാണ് നിങ്ങൾക്കെല്ലാം എന്ന് അല്ലേ? അല്ലേ? സ്വാമി നമ്മുടെ ആശയാണ്, ആവേശമാണ്, അഗ്നിയാണ്, സർവസ്വമാണ്. ആ സ്വാമിയെ കുറിച്ച് നമുക്ക് എന്തറിയാം? എന്തറിയാം? ചിന്തിച്ചാൽ നാം അറിയുന്നത്, നാം ഇന്നറിയുക അല്പം എല്ലാം ഓമനെ ദേവസങ്കല്പം. ഉദാഹരണം, ഗുരു വയൽവാരം വീട്, അവിടെയാണ് ഗുരു ജനിച്ചത് അല്ലേ? ആ തറവാട്ടിലാണ്. വയൽവാരം വീട് കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ പോയിട്ടുണ്ടോ? ഉണ്ടോ? മിക്കവാറും ശിരസികൾ തലയാട്ടുന്നു. മാറ്റി പറയരുതില്ല. അതൊക്കെ നിൽക്കട്ടെ. ഗുരു ജനിച്ച ഗ്രാമത്തിന്റെ പേര് PSC കേരള PSC ചോദിക്കുന്ന ചോദ്യമാണ്. ഗുരു ജനിച്ച ഗ്രാമത്തിന്റെ പേര് നമ്മളെല്ലാം ഉത്തരം എഴുതും. എന്തെഴുതും? എന്തെഴുതും? അവിടുത്തെ വലിയ ആളാവാൻ സാധ്യതയുള്ള ഒരാളും ഇരുത്തുണ്ട്. PSC വലിയ ആളായിട്ട് ചിലപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരും. എന്തെഴുതും? ചെമ്പഴന്തി എന്ന് എഴുതും. പക്ഷേ ഒരു ഹിസ്റ്റോറിയനെ സമ്മതിക്കില്ല. എന്താ കാരണം? ശ്രീനാരായണ പരമഹംസർ തിരുവവതാരം ചെയ്യുന്ന 1856 കേരളത്തിൽ ചെമ്പഴന്തി എന്നൊരു ഗ്രാമമില്ല. അന്നത് മണയ്ക്കലാണ്. അന്ന് ആ ഗ്രാമത്തിന്റെ പേര് മണയ്ക്കൽ എന്നാണ്. മാത്രമല്ല പടിഞ്ഞാറത്തുകാർ ചിലപ്പോൾ പറയും കിഴക്കേ പവടിക്കോണം എന്ന് പറയും. ചെമ്പഴന്തി ആയിരുന്നില്ല. പിന്നീട് ചെമ്പഴന്തി പിള്ളമാരുടെ വീട്ടുപേരുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ പ്രദേശത്തിന് അങ്ങനെ ഒരു പേര് ലഭിച്ചത്. ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ, ഇടുക്കിയിൽ വന്നാൽ അവിടെ ഒത്തിരി സിറ്റികളുണ്ട്. നിങ്ങളെ സിറ്റി എന്ന് പറയുന്നത് കൊച്ചി ഒരു സിറ്റിയാണ്, കോഴിക്കോട് സിറ്റിയാണ്, എന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ഇടുക്കിയിലെ സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ബസ്സിറങ്ങി കഴിഞ്ഞാൽ ഒരു ബാർബർ ഷോപ്പ് കാണും, ഒരു മുറുക്കാൻകട കാണും, ചിലപ്പോൾ ഒരു ഉണക്ക ചായകട കാണും. ഇതാണ് നിങ്ങളുടെ സിറ്റി. ആ സിറ്റിക്ക് പേരുണ്ട്. ആത്മാവ് സിറ്റി, ബാലമ്പുഴ സിറ്റി, കുരുവിള സിറ്റി എന്നൊക്കെയാണ്. എന്താ അതിനെങ്ങനെ പേര് കിട്ടിയത്? കുരുവിള സിറ്റിയിൽ കുരുവിള ചേട്ടനുണ്ട്, അദ്ദേഹത്തിന്റെ കടയുണ്ട്, അതുകൊണ്ട് കുരുവിള സിറ്റി. ബാലമ്പുള്ള ചേട്ടൻ കട നടത്തുന്നത് ബാലമ്പുള്ളയിലാണ്, അതുകൊണ്ട് ബാലമ്പുള്ള സിറ്റി. മുക്കുടത്ത് അപ്പുറത്ത് ഇന്ന് നമ്മുടെ പത്തനംതിട്ടക്കാരുണ്ടല്ലോ, പത്തനംതിട്ടയിലെ നമ്മുടെ MP ശ്രീകുമാരന്റെ ഇപ്പോഴത്തെ തട്ടകം മുക്കുട രാധാക്കാട്. ആ രാധാക്കാട് മുക്കുടത്തിനപ്പുറത്ത് ഒരു ചേട്ടൻ അവിടെ ഒരു കട നടത്തിയിരുന്നു. ആകെ എല്ലുത്തോളുമായിട്ട് എന്നെപ്പോലെ വണ്ണമുള്ള ഒരു ചേട്ടനാണ്. ആൾക്കാർ അദ്ദേഹത്തെ ആത്മാവെന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് അവിടെ ബസ്സിന്റെ ഒരു സ്റ്റോപ്പ് വന്നപ്പോൾ അവിടെ പേര് കിട്ടി ആത്മാവ് സിറ്റി. അങ്ങനെ പേര് പുതുതായിട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ ചെമ്പഴന്തി എന്നൊരു പേര് അവിടെ പുതുതായി ഉണ്ടായി. നാം അറിയുന്നോ ഇത്? ഇല്ല. പക്ഷേ പരീക്ഷയ്ക്ക് ചെമ്പഴന്തി എന്ന് എഴുതിയാലേ മാർക്ക് കിട്ടും. തീർന്നില്ല. ഇവിടെ ചെമ്പഴന്തിയില് ഗുരുവിന്റെ വീട്ടിൽ പോയ ആൾക്കാരുണ്ട്, വയൽവാരം വീട് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് വയൽവാരം വീട് കാണണമെന്ന്. പക്ഷേ എന്റെ അച്ഛന്റെ കുട്ടിക്കാലത്ത് തന്നെ വയൽവാരം തറവാട്ട് വീട് ജനിച്ചു. അതൊരു വലിയ വീടായിരുന്നു. സ്വന്തമായി നികുതി അടയ്ക്കുന്ന, ഭൂനികുതി അടയ്ക്കുന്ന തരത്തിൽ വിസ്തൃതമായ വയലേലകൾ സ്വന്തമായി ഉണ്ടായിരുന്ന വയൽവാരം തറവാട്, ഇലഞ്ഞിക്കൽ തറവാട്, ഇതൊക്കെ അവരുടേതായിരുന്നു. വലിയ വീടായിരുന്നു. തെക്കിനെയും വടക്കിനെയൊക്കെയുള്ള വലിയൊരു വീടായിരുന്നു. ആ വീടിന്റെ തെക്ക് കിഴക്കേ ഭാഗത്തെ എരുത്ത്, ആ എരുത്തിന്റെ തെക്കുവശത്ത് ചാവടിക്ക് നേരെ തെക്കുവശത്ത് ഒരു ക്ഷേത്രം. ആ ക്ഷേത്രം ഇപ്പോഴുമുണ്ട്. മണയ്ക്കൽ ക്ഷേത്രം. പോയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ചെമ്പഴന്തിയിൽ ചെന്നിറങ്ങുമ്പോൾ കാണുന്ന ക്ഷേത്രം മണയ്ക്കൽ ക്ഷേത്രം. ആ ക്ഷേത്രം ഇപ്പോഴും ഉണ്ട്. അതിനെ പരിഷ്കരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നത്തെ കാലത്ത് മണയ്ക്കൽ ക്ഷേത്രം കാണണമെന്നുണ്ടെങ്കിൽ യോഗനേരങ്ങൾ നോക്കിയാൽ മതി. മണയ്ക്കൽ ക്ഷേത്രത്തിന്റെ അന്നത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും ഞാൻ അതിലിട്ടിട്ടുണ്ട്. മണയ്ക്കൽ ക്ഷേത്രം. ആ മണയ്ക്കൽ ക്ഷേത്രത്തിന് തൊട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എരുത്ത്, പശുത്തൊഴുത്ത്.
അതിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയൽവാരം വീട്. വയൽവാരം വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ചെറിയ ഷെഡുണ്ട്. താമസിക്കാൻ കൊള്ളാവുന്നതാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നില്ല. ഒരു കൊച്ചു കുടില് 3 മുറികൾ മാത്രമുള്ള പച്ചക്കട്ട കെട്ടിയ തൂണുകളിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഓലമേഞ്ഞ ഒരു കുഞ്ഞു കുടില്. ആ കുടിലൊരു പേരുണ്ട്, വടക്കേത്. വടക്കേത് എന്നാണ് അതിന്റെ തെക്കൻ കേരളത്തിൽ പറയുന്നത്. അത് പ്രാമാണികരായ എല്ലാ ഹിന്ദു കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു. എന്തിനാ എല്ലാ കുടുംബത്തിനെയും വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത്തിരി അകത്തി മാറി അങ്ങനെ ഒരു ഷെഡ് ഉണ്ടാക്കുന്നത്? എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അത് തറവാട്ടിലെ സ്ത്രീകളുടെ സ്വകാര്യ ആവശ്യത്തിനുള്ള ഷെഡാണ്. അവിടേക്ക് പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഋതുവാകുന്ന കാലഘട്ടത്തിലും പ്രസവ കാലഘട്ടത്തിലും തറവാട്ടിലെ സ്ത്രീകൾ മാറി താമസിക്കുന്ന ഇടമാണ് വടക്കേത്. അങ്ങനെ പ്രസവകാലത്ത് ലോകമാതാവായ കുട്ടിയമ്മ മാറി താമസിച്ച വടക്കേതാണ് നാം കാണുന്ന ആ കുഞ്ഞിക്കുടില്. വയൽവാരം വീടല്ല, വടക്കേതാണ്. പക്ഷെ ആ വടക്കേതിൽ വെച്ചിട്ടാണ്, ആ ചാണകം മെഴുകിയ എന്തെണ്ണയിലാണ്, ആ കൊച്ചു 3 മുറികളോട് കൂടിയ ആ കുടിഞ്ഞിലിൽ വെച്ചിട്ടാണ്, പച്ചക്കട്ട കെട്ടിയ ആ കുടിഞ്ഞിലിൽ വെച്ചിട്ടാണ്, തൂണുകളിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആ കുടിഞ്ഞിലിൽ വെച്ചിട്ടാണ്, ഓല ഇങ്ങനെ കെട്ടിമേഞ്ഞ ആ കുടിഞ്ഞിലിൽ വെച്ചിട്ടാണ് ലോകത്ത് ദർശനത്തിന്റെ ശരചന്ദ്ര പ്രകാശം പരത്തിയ ആ കുഞ്ഞിന് ലോകമാതാവ് ജന്മം നൽകിയത്. ആ ജന്മത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ കരയാതെ പിറന്ന കുഞ്ഞാണ്. ആ കുഞ്ഞ് കരഞ്ഞില്ല. ലോകമാതാവായ കുട്ടിയമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന കുഞ്ഞ് കരഞ്ഞില്ല. നമ്മളൊക്കെ എങ്ങനെയാ അമ്മയുടെ ഉദരത്തിൽ പുറത്തേക്ക് വന്നാൽ ഞാൻ വന്നേ എന്ന് പറഞ്ഞ ഭയങ്കര കരച്ചിലോടുകൂടിയാ വരുന്നു. അങ്ങനെ കരച്ചിലില്ലാതെ പിറവിക്കുന്ന 2 കുഞ്ഞുങ്ങൾ, 2 ശിശുക്കളുണ്ട്. ആരൊക്കെയെന്ന് പറയാമോ? ഒന്ന് ശ്രീനാരായണ ഗുരുദേവൻ, രണ്ടാമത്തത് ആരാ? കംസന്റെ കാരാഗൃഹത്തിൽ ഒരു പാതിരാത്രിക്ക് അഷ്ടമിരോഹിണി നാളിൽ കിങ്കരന്മാര് മലയുടെ തണുപ്പേറ്റുറങ്ങുന്ന അവസരത്തിൽ ദേവകി അമ്മ ജന്മം കൊടുത്ത നാരായണന്റെ അവതാരം. ഇതും നാരായണന്റെ അവതാരം. ആ കുഞ്ഞ് കരഞ്ഞില്ല. കൃഷ്ണൻ, വേദപതിയായ കൃഷ്ണൻ, ജ്ഞാനസ്വരൂപനായ കൃഷ്ണൻ കരഞ്ഞില്ല. അത് പുരാണത്തിൽ, ഇത് ജീവിതത്തിൽ കരയാതെ പിറന്ന കുഞ്ഞ്. ആ കുഞ്ഞ് വളർന്നു. ലോകത്തിന്റെ നന്മയിൽ പലപ്പോഴും ഹൃദയം നൊന്തു. അന്നത്തെ നന്മയിൽ, അന്ന് നന്മയാണെന്ന് കരുതൊന്നും നന്മയായിരുന്നില്ല. തിരുത്തി, പല കാര്യങ്ങളിൽ തിരുത്തി. അങ്ങനെ തിരിച്ചറിവിലൂടെ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ നാരായണ ഗുരുസ്വാമി യത്നിച്ചു. അങ്ങനെ ആ കർമ്മകാണ്ഡത്തിന് തുടക്കം നിർവഹിക്കപ്പെടുന്നത് എവിടെയാ? ഇന്ന് നാം അരുവിപ്പുറം എന്ന് വിളിക്കുന്ന അന്നത്തെ ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു. അരുവിപ്പുറത്തിന്റെ പഴയ പേരെന്താ? ശങ്കരൻകാട്, ശങ്കരൻകുടി, ശങ്കരൻകാട്. അവിടുത്തെ ആധ്യാത്മിക വിപ്ലവമായിട്ട്, അവിടുത്തെ വിപ്ലവമായിട്ട് എല്ലാവരും വിളിച്ചു പറയാൻ സംഗതിയുണ്ട്. എന്താ? അവിടെ ഒരു അവർണൻ, അബ്രാഹ്മണൻ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. തെറ്റാണത്. നമ്മുടെ ചരിത്രത്തിലുള്ള അവഗാഹമില്ലായ്മ കൊണ്ട് നാം പറയുന്ന വിഡ്ഢിത്തമാണത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നാരായണ ഗുരുസ്വാമി ജനിച്ച വയൽവാരം വീടിന്റെ മണിമുറ്റത്തിനിപ്പുറത്തുള്ള മണക്കൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് അവിടെ ലോകമാതാവായ കുട്ടിയമ്മയുടെ അമ്മാവനായ നാരായണ ഗുരുസ്വാമിയുടെ മുത്തച്ഛനായ കൊച്ചനാശാനാണ്. കൊച്ചനാശാൻ ബ്രാഹ്മണനല്ല. പക്ഷെ നമ്മളിപ്പോഴും പറയുന്നത് എന്താ പറയുന്നത്? നാരായണ ഗുരുവാണ് ആദ്യമായി പ്രതിഷ്ഠാകർ. അല്ല. പിന്നെ എന്താണ് ഗുരു അവിടെ ചെയ്ത വിപ്ലവം? അത് മനസ്സിലാക്കാനുള്ള തലത്തിലേക്ക് ഇപ്പോഴും നാം എത്തിയിട്ടില്ല. കാരണം നാം ഗുരുവിനെ പഠിക്കുന്നു, അറിയുന്നില്ല. ഗുരുവിനെ പഠിക്കുന്ന വിവിധങ്ങളായ ഗ്രൂപ്പുകൾ ലോകത്തെമ്പാടും നടക്കുന്നു. ഒന്ന് മനസ്സിലാക്കുക, അക്കാഡമിക് പാരാമീറ്റേഴ്സ് കൊണ്ട് അളക്കാൻ കഴിയുന്ന തമ്പുരാനല്ല നാരായണ ഗുരുസ്വാമി. അക്കാദമിക അളവ് തോതുകൾ കൊണ്ട് തിട്ടപ്പെടുത്താൻ കഴിയുന്ന സ്വരൂപമല്ല നാരായണ ഗുരുസ്വാമി. ആ ഗുരുവിനെ ആത്മാവ് കൊണ്ട് അറിയണം. നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ?
നമ്മളൊന്നും ജനിച്ചിട്ടില്ലാത്ത കാലഘട്ടം 1961. നമ്മുടെ മട്ടാഞ്ചേരി പ്രദേശത്ത് ഒരു നല്ല പാട്ടുകാരനുണ്ടായിരുന്നു, ചെറുപ്പക്കാരൻ. അവൻ 21 വയസ്സേ ഉള്ളൂ. നന്നായിട്ട് പാടും, സൗഹൃദ കൂട്ടായ്മകളിൽ പാടി, നാടകത്തിന് വേണ്ടി എല്ലാവരും പറഞ്ഞു നല്ല പാട്ട്, നല്ല പാട്ട്, നല്ല പാട്ട്. ഭാഗവതരുടെ മകനാണ്, നന്നായി പാടി, എല്ലാവർക്കും ഇഷ്ടമാണ്. ഓൾ ഇന്ത്യ റേഡിയോ ഗായകന്മാരെ ക്ഷണിച്ചു, അവിടെ ചെന്നു, ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. ഇന്റർവ്യൂവിൽ പങ്കെടുത്തപ്പോൾ അവിടുത്തെ ഒഫീഷ്യൽസ് പറഞ്ഞു, നിന്റെ ശബ്ദം കൊള്ളത്തില്ല, നിന്നെ വേണ്ട, പറഞ്ഞു വിട്ടു. സങ്കടചിത്തനായി വിഷാദചിത്തനായി മടങ്ങിപ്പോകുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് പാടാനൊരു അവസരം, സിനിമയിൽ പാടാനൊരു അവസരം കിട്ടുന്നു. കയ്യിൽ 5 പൈസയില്ല. ഞെരന്നു വാങ്ങി കൊച്ചിയിൽ നിന്ന് മദ്രാസിൽ എത്തിച്ചേരാനുള്ള തീവണ്ടി കാശ് പലരോടും ഞെരന്നു വാങ്ങിയ ചെറുപ്പക്കാരൻ, 21 വയസ്സുകാരൻ, ആഗമസ്പശ്രൂക്കാരൻ, ആദ്യമായിട്ട് വരികയാണ്. തുതിഖേസ്, കട്ടിമീശയില്ല, അവിടെ ഇവിടെ സിനിമാ കൊട്ടയിൽ ആളിരിക്കുന്ന മാതിരി എന്ന് പറയാറുണ്ട്. അതുപോലെ താടിക്കാരി, ഭയങ്കര താടിക്കാരനാണ് അദ്ദേഹം. അങ്ങനെയാണ് ചെറുപ്പക്കാരൻ. ആൾക്കാരിൽ നിന്ന് ഇരന്നു വാങ്ങിയ കാശുമായി ടിക്കറ്റ് എടുത്ത് നേരെ മദ്രാസിൽ എത്തുന്നു. 1961 നവംബർ മാസം 14-ാം തീയതി മദ്രാസിലെ ഭരണ സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ, അവിടെ ഒരു മൈക്രോഫോണിന് മുന്നിൽ നിന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ തനിക്ക് ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി പാടാൻ കിട്ടിയ ആ ഗാനമൊന്ന് ശ്രദ്ധിച്ചു. അത്ഭുതപ്പെട്ടു പോയി. ഏകദേശം 90 നാളുകൾക്ക് മുമ്പ്, 90 വർഷങ്ങൾക്ക് മുമ്പ്, 1 നൂറ്റാണ്ട് കാലം മുമ്പ് കേരളത്തിന് നവോത്ഥാനത്തിന് തിരിതെളിച്ചുകൊണ്ട് നാരായണ ഗുരു വന്ന ഈശ്വര സ്വരൂപൻ മണ്ണിലേക്ക് ഇറങ്ങി വന്ന പൊന്നു തമ്പുരാൻ അരിപ്പുറത്ത് കൊളുത്തിവെച്ച ആഗോള വ്യാപകമാക്കിയ ആ ദർശന ഗരിമയുടെ 32 അക്ഷരങ്ങൾ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. കോൾമയിൽ കൊണ്ടുപോയി അദ്ദേഹം. ആ കടലാസ് കയ്യിൽ നിന്ന് വിളയ്ക്കുന്നു. ആ ചെറുപ്പക്കാരന്റെ ഹൃദയം അതിലേറെ ഭക്തി കൊണ്ട് നിറയുന്നു. ആദ്യമായി ഗുരുവിനെ കണ്ട മാമ്പടക്കരിക്കാരൻ അയ്യപ്പൻ പിള്ളയെ പോലെ, ഈരപ്പറമ്പിൽ വേലായുധനെ പോലെ, ബോധാനന്ദ സ്വാമിയെ പോലെ, കാക്കച്ചനെ പോലെ അവന്റെ മനസ്സ് വല്ലാതെ തരളിതമായി. അവൻ അതിന്റെ ഈണം ശ്രമിച്ചു, ചൊല്ലി, പാടി പലവട്ടം പാടി. മൈക്രോഫോണിൽ നിന്ന് പാടുകയായിരുന്നില്ല, അധരങ്ങൾ കൊണ്ട് പാടുകയായിരുന്നില്ല, ആത്മാവ് കൊണ്ട് അർച്ചിക്കുകയായിരുന്നു അദ്ദേഹം. ആ ചെറുപ്പക്കാരൻ നിങ്ങൾ അറിയും, കാക്കാശ്ശേരി ജോസഫ് ഭാഗവതർ മകൻ ഡോക്ടർ പത്മശ്രീ ഡോക്ടർ KJ യേശുദാസ്. ആലോചിച്ച് നോക്കൂ, അധരം കൊണ്ടല്ലാതെ ആത്മാവ് കൊണ്ട് ആ 32 അക്ഷരങ്ങളെ അക്ഷര പൂജ ചെയ്ത ആ ചെറുപ്പക്കാരന് സർവവും കൊടുത്തു തമ്പുരാൻ. സർവവും, സത്കുടുംബം, സമ്പത്ത്, കീർത്തി, പ്രശസ്തി, സകലതും. അന്ന് നിന്റെ ശബ്ദം കൊള്ളാതില്ല, വീട്ടിൽ പോടാന്ന് പറഞ്ഞ ഓൾ ഇന്ത്യ റേഡിയോ ഇന്ന് ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ശബ്ദമില്ലാതെ ഉണരുന്നില്ല, ഉറങ്ങുന്നില്ല. ആലോചിച്ച് നോക്കൂ, ആ തരത്തിലേക്ക് എത്തിക്കൊണ്ടുവന്നു. വയ്യാതായിട്ടും ഒരു ദിവസം അദ്ദേഹം ഒരു മഹാസമ്മേളനത്തിൽ പങ്കെടുത്തപ്പോ അവിടെ സംസാരിക്കാൻ കഴിയുന്നില്ല, ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം അവിടെ വെച്ച് പാടിയ 4 വരി 1000 പാദസരങ്ങൾ കിലുക്കി ഒഴുകി പോകുന്ന പെരിയാറിനെ കുറിച്ചല്ല, കരയുന്ന നദിയെ കുറിച്ചല്ല, പ്രകൃതിയെ കുറിച്ചല്ല, സുപ്രഭാതങ്ങളെ കുറിച്ചല്ല, മറിച്ച് അപ്പോഴും പറഞ്ഞു, കേരളത്തിന്റെ മണ്ണിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആധ്യാത്മ ഗീതകം. ഏതാത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഇന്നും ചൊല്ലുന്നു. യേശുദാസ് 21-ാം വയസ്സിൽ കോളേജിൽ പഠിക്കുമ്പോ, അതിനു മുമ്പ് കോളേജിൽ പഠിക്കുന്ന അവസരത്തിൽ ലളിതഗാനത്തിന് 1-ാം സ്ഥാനം നേടിയ അവസരത്തിൽ മൃദംഗത്തിന് 1-ാം സ്ഥാനം നേടിയ ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആൾ ഗുണ്ടുമണിയാ, കുറ്റിച്ചമ്പൂവിലിരിക്കും, എടുത്തു പിടിച്ച സംസാരം, അങ്ങനെ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. കൊച്ചിയിലെ രാജവംശത്തിൽ പിറന്നയാളാണ്, ക്ഷത്രിയ കുലജാതനാണ്, പാട്ടുപാടും. അതുകൊണ്ട് സിനിമയിൽ പല പാട്ടുകളും പാടി. പക്ഷേ നാരായണ ഗുരുസ്വാമി എഴുതിയൊരു പാട്ട് അധരം കൊണ്ടല്ലാതെ ആത്മാവ് കൊണ്ട് ആലപിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. അന്ന് ആ പാട്ടെഴുതിയ പേപ്പർ അദ്ദേഹം വാങ്ങിയത് ഒരുപക്ഷെ കിരീടം വഹിക്കേണ്ട ശിരസിൽ, ആ ശിരസ് കൊണ്ട്, നെറ്റിത്തടം കൊണ്ട് ആ കടലാസിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പാടി. കിട്ടിയ അനുഗ്രഹം
ആ പാട്ടിന് അദ്ദേഹത്തിന് ഭാരതത്തിലെ ഏറ്റവും നല്ല ഗായകൻ എന്ന് ബഹുമതി ലഭിച്ചു. ആരാണ് ഗായകൻ എന്നറിയാവോ? യേശുദാസിന്റെ സമകാലികൻ പി ജയചന്ദ്രൻ. കണ്ടോ? ഏതാണ് കീർത്തനം എന്നറിയാവോ? നിങ്ങൾ ചൊല്ലി രാവിലെ. ഏതാ? ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാവി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടു വരും പൊരുളേ. ഇതാണ് കീർത്തനം. നമ്മളൊക്കെ ചൊല്ലാറുണ്ടല്ലേ? സത്യത്തിൽ നമുക്ക് വേണ്ടിയുള്ള കീർത്തനമല്ല കേട്ടോ. ഇത് ശിവലിംഗദാസന്, പിന്നീട് ശിവലിംഗദാസനായി മാറിയ കൊച്ചപ്പിള്ളയ്ക്ക് മാരായമുട്ടത്ത് നായർ തറവാട്ടിലെ കൊച്ചു തമ്പുരാന് സ്വാമി എന്ന് ചൊല്ലിക്കൊടുത്തതാണ് സ്വന്തം അനുഭവം. കാരണം കൊച്ചപ്പി സന്യാസിയാവേണ്ടവനാണ്. അതുകൊണ്ട് പറഞ്ഞു കൊടുത്തു, പൊരുളെന്നും ഉടമ്പടും മക്കൾ ഉയർത്തിയിടങ്ങും ഒക്കെ അനർത്ഥകരം എന്ന് സന്യാസിയാവേണ്ടവർ പറഞ്ഞു കൊടുത്തു. നമ്മളോടല്ല. പക്ഷെ നമ്മളത് കരുതുന്നുണ്ട്. മനസ്സോയ്ക്ക് പൊരുളെന്നും ഉയരെന്നും മക്കളെന്നും സമ്പത്തെന്നും കരുതുന്നത് തെറ്റാണോ? ഭാര്യയെന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഗൃഹസ്ഥനായ ഭർത്താവിന് എന്തുണ്ട് ബാക്കി? മക്കളെന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഗൃഹസ്ഥനായ മാതാപിതാക്കൾക്ക് എന്താണ് ശാന്തി? സമ്പത്തില്ലെങ്കിൽ എന്താണ് പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ നേട്ടം? കണ്ടോ? ഇതാണ് ഗുരുവിനെ പഠിക്കുന്നതും അറിയുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഗുരുവിനെ പഠിക്കുന്നതും അറിയുന്നതും തമ്മിലുള്ള വ്യത്യാസം. അത് പോകട്ടെ, തീർന്നില്ല. നാമൊക്കെ എല്ലാ വർഷവും തീർത്ഥാടനത്തിന് ശിവഗിരിക്കുന്നിൽ എത്തിച്ചേരാറുണ്ട്. അനേകം രാജ്യങ്ങളിൽ നിന്ന് പീതസാഗരങ്ങളായി ഒഴുകിയെത്തിച്ചേരുന്ന പീത നദികൾ ഒരുമിച്ച് ചേർന്ന് വമ്പൻ ജനക്കൂട്ടമാകുമ്പോ ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് പോലെ നിൽക്കുന്ന ആ മഹാസമാധി മണ്ഡപം എത്രയാണ്? അതിന്റെ ഉയരം 72 അടിയാണ്. ആ 72 അടിയുള്ള ഉയരമുള്ള ആ മഹാസമാധി മണ്ഡപത്തിന്റെ ആർക്കിടെക്ട് ആരാണ്? ചിറ്റിലെ. എല്ലാം ചിറ്റിലെ ബോംബെക്കാരനാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കമ്പനിയുടെ കണ്ടിന്യൂവേഷൻ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു ചിറ്റലെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ചിറ്റലെ 1960കളില് ചിറ്റലെ കമ്പനിയിലെ ചിറ്റലെ അവിടെ വന്നു, എല്ലാം കണ്ടു തൃപ്തിയായി. അണയുടെ വ്യത്യാസമില്ലാതെ, ത്രിസരയുടെ വ്യത്യാസമില്ലാതെ ഒക്കെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചത് കണ്ട് എല്ലാം അഭിനന്ദനം പറഞ്ഞുകൊണ്ട് തിരിച്ച് തന്നെ അടുത്ത വർക്ക് സൈറ്റ് മദ്രാസിൽ വിമാനമിറങ്ങി. ഇതാ അപ്പോഴറിയുന്നു ഗുരുവിന്റെ അനുഗ്രഹം എന്താണെന്നറിയുന്നു. പത്മശ്രീ. ആരാര് ഗുരുവിന് അരികിലേക്ക് വരുന്നുവോ അവർക്കൊക്കെ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കവിയൂർ രേവമ്മ പറഞ്ഞാൽ തീരില്ല, ധാരാളം പേര്. പക്ഷെ അതല്ല ഇന്ന് നമ്മുടെ, കാരണം തുടങ്ങിയ വിഷയം ഞാൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ഗുരുവിനെ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഗുരുവിനെ എന്തുകൊണ്ട് ആരാധിക്കുന്നു, ഗുരുവിനെ എന്തുകൊണ്ട് പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് പൂജ ചെയ്യുന്നു? കാരണം ത്യാഗനിർഭരമായ തപസ്സിലൂടെ ദൈവത്തെ അറിഞ്ഞ് ദൈവമായി മാറിയ ഈശ്വര സ്വരൂപനാണ്. ബ്രഹ്മവിദ് ബ്രഹ്മൈക ഭവതി. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി മാറി. എന്താ ബ്രഹ്മം? ബ്രഹ്മം എന്താണെന്ന് അറിയത്തില്ലെങ്കിലും മറ്റുള്ളവർക്ക് ബ്രഹ്മ വയ്ക്കാൻ നിങ്ങൾക്കറിയാം സാറേ എന്ന് പറയും. നമ്മുടെ ചിന്തയിൽ അതേ ഉള്ളൂ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപനിഷത്ത് പറയുന്നു, ഏതൊന്നാണോ കണ്ണുകൾക്ക് കാഴ്ചശക്തി തരുന്നത് അതിനെ കാണാൻ നമ്മുടെ കണ്ണിന് കഴിയുമോ? ലോകത്തിലെ സകല സാധനങ്ങളെയും കാണുന്നുണ്ട് അല്ലേ? ആലോചിച്ച് നോക്കി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഒരു ജീവിയും പേടിച്ച് വായും മൂക്കും കണ്ണും ചെവിയും എല്ലാം മൂടിക്കെട്ടി വീടകത്തിരുന്ന ആൾക്കാരെ നമ്മൾ. ഒരു ആനയെ പേടിച്ചില്ല, കുതിരയെ പേടിച്ചില്ല, കടുവയെ പേടിച്ചില്ല. കാണാൻ പോലും ഇല്ലാത്തൊരു സാധനം ഏതാ? കൊറോണ വൈറസ് ഇല്ലേ? കോവിഡ് ഇല്ലേ? അത്രയേ ഉള്ളൂ നമ്മൾ. അങ്ങനെയുള്ള നമുക്ക് ഈ കണ്ണിന്റെ കാഴ്ചശക്തി തരുന്നത് എന്താണോ ആ സത്യത്തെ കാണാനുള്ള കഴിവ് നമ്മുടെ കണ്ണിനില്ല. ഏതാണോ കാതുകൾക്ക് കേൾവിശക്തി തരുന്നത് അതിനെ കാണുവാൻ, അതിനെ കേൾക്കുവാൻ നമുക്ക് കഴിയില്ല. കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കാൻ പറ്റില്ല. ഏതിനെയാണോ ചിന്തിച്ച് പൂർണ്ണമാക്കാൻ കഴിയാത്തത് അതിനെക്കുറിച്ച് ചിന്തിക്കാനേ നമുക്ക് കഴിയില്ല. കണ്ടോ? അതിനെയാണ് ബ്രഹ്മമെന്ന് വിളിക്കുന്നത്. സ്വാമിതൃപാദങ്ങൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്
എന്നറിയാമോ? അതാണോ ബ്രഹ്മം, ഇതാണോ ബ്രഹ്മം, അപ്പുറത്താണോ ബ്രഹ്മം, ഇപ്പുറത്താണോ ബ്രഹ്മം എന്നൊക്കെ ദൈവദശകത്തിന്റെ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം തിരിച്ചറിയുന്ന നിമിഷത്തെക്കുറിച്ച് സ്വാമി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെ വളരെ മനോഹരമായിട്ട് നമ്മുടെ അമ്മമാര് പറയാറുണ്ട്. നീ ഇതൊക്കെ കാണിച്ചോടി, ഒരാൾ അവിടെ ഇരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. എല്ലാം കാണുന്ന ഒരാൾ ആരാണ്? അതാണ് ദൈവം. നീ ഇതൊക്കെ എന്നോട് പറഞ്ഞോടി, ഒരാള് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നത് ആരാണ്? കാതില്ലാത്ത ഒരാള്. അങ്ങനെ ദൈവമെന്ന സങ്കല്പത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നാരായണ ഗുരുമാൻ. എന്താ ദൈവം? കണ്ണില്ലാതെ കാണുകയും കാതില്ലാതെ കേൾക്കുകയും നാക്കില്ലാതെ രുചിക്കുകയും മൂക്കില്ലാതെ മണത്തറിയുകയും ത്വക്കില്ലാതെ സ്പർശിച്ചറിയുകയും ചെയ്യുന്ന ചിത്പുരുഷരാകുന്നു. ഈ ചിത്പുരുഷനെ തേടിയാണ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ അലഞ്ഞ് നടക്കുക. കണ്ടോ? അലഞ്ഞ് നടക്കുക. സ്വാമിയെ തിരിച്ചറിയാൻ പറ്റിയില്ല, സ്വാമിയുടെ വാക്കിനെ അറിയാൻ പറ്റിയില്ല, സ്വാമിയുടെ കൃതികളെ അറിയാൻ പറ്റിയില്ല, സ്വാമി നടന്നുപോയ വഴികളെ അറിയാൻ പറ്റിയില്ല. നാം ചെയ്യേണ്ടതൊന്നു മാത്രം, അറിയുക, സ്വാമിയെക്കുറിച്ച് അറിയുക, കേൾക്കുക, വായിക്കുക, ചിന്തിക്കുക, പറയുക. ഇന്ന് എന്നെക്കാൾ കേൾക്കാത്ത 100 നാവുകളോട്, എന്നെ കേൾക്കാത്ത 100 കർണങ്ങളോട് പറയാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ. ഇവിടെ എന്നെ വിളിച്ചപ്പോൾ പലരും സങ്കടം പറഞ്ഞു അത്രേ. വിജയലാൽ സാറിനെ പോലെ ഒരാൾ വരുമ്പോൾ നമ്മളെ 10-200 ചില്ലുവാനും പേര് മാത്രമുള്ള ഈ സ്ഥലത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് വളരെ കഷ്ടമല്ലേ? ചിന്തിക്കരുത്. ഇന്ന് എത്ര പേർക്കാണ് ഈ മധുരം കൊടുക്കാനെന്നുള്ളത് നേരത്തെ കൽപ്പിച്ചു വെച്ചിരിക്കുന്നു. സ്വാമി തൃപ്പാദങ്ങൾ കൽപ്പിച്ച എല്ലാവരും ഇവിടെയുണ്ട്. ആ കൽപ്പനയിൽപ്പെട്ട അനുഗ്രഹം സിദ്ധിച്ച എല്ലാവരും എന്റെ മുന്നിൽ നല്ല ഗമയിലിരിക്കുന്നു. യാതൊരു ശിക്ഷയും. അങ്ങനെ ഗുരുവെന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്ന് ഭൂമിയിലുണ്ട്. സപ്തസാഗരങ്ങളും സപ്തഭൂമണ്ഡലങ്ങളും പാരസ്പര്യപ്പെട്ട് കിടക്കുന്ന ഈ ഭൂമണ്ഡലത്തിന്റെ എല്ലായിടങ്ങളിലും ഓണം മലയാളികളുള്ള ഇടത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് ചതയമെന്ന തിരുവോണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും, ലോകത്തിലെല്ലായിടത്തുമുണ്ട്. ഗുരുവിന്റെ ദർശനത്തെ അറിയുന്ന എല്ലാവരും ആഘോഷിക്കുന്നു. ഇതുപോലെ ദർശനങ്ങളുടെ മാതാവായ ദർശനത്തിന് ജന്മം നൽകിയ ശ്രീ നാരായണ പരമഹംസരുടെ ആ ജന്മദിനം ലോകമെമ്പാടും ആഘോഷിക്കുന്നു. ആഘോഷത്തെ ഗുരുവിനെ അറിയുന്നവർ ദൈവത്തിന്റെ പിറവിയായി തന്നെ കണ്ടുകൊണ്ട് ഉത്സാഹഭരിതം സന്തോഷസമേതം ഇങ്ങനെ കൊണ്ടാടുകയാണ്. ഞാൻ കണ്ടു നമ്മുടെ കുഞ്ഞുങ്ങള് ഒരു ആഹ്ലാദ ചിത്തരായിട്ട് അറിയാതെ അവരുടെ ശരീരം ഇളകി പോകുന്നു. അവർക്ക് എന്താ അതിൽ പങ്കെടുക്കാതിരിക്കാനാവുന്നില്ല. കണിക്കൊന്ന് പറയുന്നില്ല, എനിക്ക് പൂക്കാതിരിക്കാനാവുന്നില്ല എന്ന് പറയുന്ന മാതിരി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ സന്തോഷത്തിൽ പങ്കെടുക്കാതിരിക്കാനാവുന്നില്ല. അങ്ങനെ സന്തോഷചിത്തരായ നിങ്ങൾക്ക് ഇവിടെ ഗുരുവെന്ന ഈശ്വരനെ, ഗുരുവെന്ന ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള സത്യത്തിന്റെ പൊരുൾ തേടിയുള്ള യാത്രയിൽ, ആ യാത്രയിൽ നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിക്കുകയായിരിക്കും. ഇവിടെ 2 പേര് സ്വാമി ചെറിയിൽ നിൽപ്പുണ്ട്. സംസാരം തുടങ്ങിയ അവസരത്തിൽ ശിവഗിരിക്കുന്നിന്റെ താഴ്വരയില് ശാരദാമഠത്തിന്റെ ഇടത്തുഭാഗത്തുള്ള മാവിന്റെ ചുവട്ടിൽ, ഹോമമന്ദിരത്തിന്റെ തൊട്ടിപ്പുറത്തുള്ള മാവിന്റെ ചുവട്ടിൽ ഗുരുവിനെ കാത്ത് വന്നവരാണ് ടി കെ മാധവനും പി നടരാജനും. ചെറുപ്പക്കാരാണ്. അവര് കൈകൂട്ടി നിൽക്കുകയാണ്. പാദപതനത്തിന്റെ ശബ്ദം പോലും കേൾപ്പിക്കാതെ, കൽക്കയിൽ കിരീരിക്കുന്ന നാദം പോലും ഉണർത്താതെ അത്രയ്ക്ക് ആദരവോടെ സ്നേഹത്തോടെ വന്ന് സ്വാമിക്കരികിൽ നിന്നുകൊണ്ട് അവർ പറയുന്നു, സ്വാമി ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്, പറഞ്ഞുകൊള്ളൂ എന്ന അർത്ഥത്തിൽ സ്വാമി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ നിന്നാണ് നമ്മൾ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചത്. അപ്പോഴവർ പറയാണ്, സ്വാമി തൃപ്പാദങ്ങളുടെ ജീവചരിത്രം എഴുതിയാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അനുമതി തരുമാറാവണം. അവരെന്താ ചോദിച്ചത്? സ്വാമിയുടെ ജീവചരിത്രം എഴുതണം, അതിന് സ്വാമി അനുമതി കൊടുക്കണം. ഇത് കേട്ടപ്പോ കണ്ണിനപ്പുറം, കാലിനപ്പുറം, കാതിനപ്പുറം, കാലത്തിനപ്പുറം, കാലങ്ങൾക്കപ്പുറം കാണുന്ന, യുഗങ്ങൾക്കപ്പുറം കാണുന്ന സ്വാമി തൃപ്പാദങ്ങൾ ആ യോഗ നയനങ്ങൾ അങ്ങനെ അനന്തതയിലേക്ക് നീട്ടിക്കൊണ്ട് അവരോട് പറയുകയാണ്, ആശ്ചര്യത്തോടെ പറയുകയാണ്, നമ്മുടെ ജീവചരിത്രമോ അത് എഴുതിയാൽ ആൾക്കാർ വിശ്വസിക്കുമോ? അവിശ്വാസികളുടെ കാലമാണ് വരാൻ പോകുന്നത്. വന്നിരിക്കുന്നു അവിശ്വാസികളുടെ കാലം വന്നിരിക്കുന്നു. ഇന്ന് സ്വാമി തൃപ്പാദങ്ങളുടെ ജീവിതത്തെ കുറിച്ച് സംസാരിച്ചാൽ
ആ ജീവിതത്തിലെ സംഭവങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ എന്റെ പ്രിയപ്പെട്ട രാജേഷ് സംസാരിച്ചതുപോലെ, അന്ന് എന്നോട് ചോദിച്ചത് മാതിരി, തളിയാവുള്ള ചോദിച്ചത് മാതിരി, സാറേ ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന മാതിരി ഇന്നത്തെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരു തലമുറ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ നാം കണ്ട ഏറ്റവും വലിയ യുക്തിവാദി ആയിരുന്നു SNDP യോഗത്തിന്റെ ചിലവിൽ പഠിച്ച് BA ഡിഗ്രി എടുത്ത സ്വാമിയുടെ ദർശനത്തെ ലോകത്ത് മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ച യുക്തിവാദിയായ, മൂലധനത്തെ കേരളത്തിൽ പരിചയപ്പെടുത്തിയ, ഇൻഖിലാബ് സിന്ദാബാദിനെ ഏറ്റുവിളിച്ച, ദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ച, പിന്നീട് സഹോദരൻ അയ്യപ്പൻ സഹോദരന് പത്രം നടത്തിയ, ദേശാഭിമാനി എന്ന പത്രം നടത്തുന്നതിന് ഉപോത്ബലകമായ, കേരളം കണ്ട ഏറ്റവും വലിയ യുക്തിവാദിയായ സഹോദരൻ അയ്യപ്പൻ, ആലുവ അദ്വൈതാശ്രമത്തിൽ നാരായണ ഗുരുസ്വാമി അവിടുത്തെ സന്ദേശമായിട്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് കൽപ്പിച്ചപ്പോ അതേ ആലുവ അദ്വൈതാശ്രമത്തിന്റെ വാതുക്കൽ റൂട്ടിലൂടെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന മുദ്രാവാക്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന സഹോദരൻ അയ്യപ്പൻ. ആ സഹോദരൻ അയ്യപ്പൻ 1928 കന്നി 5 നാരായണ ഗുരുസ്വാമി മഹാസമാധിയായി എന്നറിയുന്ന നിമിഷം എനിക്കൊന്നും വേണ്ട, എന്റെ സകലതും ഞാൻ ഉപേക്ഷിക്കാം, എന്റെ ബുദ്ധിയെ, എന്റെ യുക്തിയെ, എന്റെ യുക്തിവാദത്തെ ഒക്കെ ഞാൻ ഉപേക്ഷിക്കാം, എനിക്കെന്റെ ഭഗവാനെ കണ്ടോ, എനിക്കെന്റെ ഭഗവാനെ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ അക്ഷരവും കണ്ണീര് കൊണ്ട് നനച്ചുകൊണ്ട് ഒരു കീർത്തനം എഴുതി. സമാധിഗാനം. അറിയുക, നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത വശം ഈ പ്രപഞ്ചത്തിലുണ്ട്. അതെന്തുകൊണ്ടാ? അതിനെ കണ്ടെത്താനും മാത്രം നമ്മുടെ ബുദ്ധി വളർന്നിട്ടില്ല, സാങ്കേതികത്വം വളർന്നിട്ടില്ല. നാം ഇനിയും വളരേണ്ടിയിരിക്കുന്നു. സ്വാമിക്കറിയാം, സ്വാമിയുടെ ജീവിതത്തിലെ പലതും മറ്റുള്ളവർക്ക് വിശ്വസിക്കാനാവില്ല. വിശ്വസിക്കണമെങ്കിൽ കണ്ടറിയണം. പോകണം വാടാനപ്പള്ളിയിലേക്ക്. സ്വാമി തൃപ്പാദങ്ങൾ അന്ന് കത്തിച്ചു വെച്ച ദീപത്തെ ഇന്നും പൊന്നുപോലെ സൂക്ഷിക്കുന്ന അശോകന്റെ അരികിലേക്ക് പോകണം, കാരമുക്കിലേക്ക് പോകണം, ആ അഗ്നിയെ കാണണം. ലോകത്ത് നിങ്ങൾ പോയിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും തീർത്ഥമായി നൽകുന്നത് അക്ഷതം കലർത്തിയ വെള്ളമാണ്, പ്രത്യേക രുചിയുള്ള വെള്ളമാണ്, ഇളനീരാണ്, അല്ലെങ്കിൽ ചന്ദന വെള്ളമാണ്, അതുമല്ലെങ്കിൽ ഗുരുസി വെള്ളമാണ്. പാൽക്കാപ്പി വെള്ളം തീർത്ഥമായി കൊടുക്കുന്ന ക്ഷേത്രമുണ്ടോ? ഉണ്ട് ഒരിടത്ത്. ലോകത്തിലൊരു ക്ഷേത്രത്തിൽ പാൽക്കാപ്പിയാണ് തീർത്ഥം. എന്താണ് കാരണം? ചിന്തിക്കണം, വായിക്കണം, അറിയണം. പള്ളിക്കാരനെ വകവയ്ക്കാത്ത, പട്ടക്കാരനെ വകവയ്ക്കാത്ത, പള്ളിയിൽ കയറാത്ത ചെങ്ങന്നൂർ മത്തായി ഗുരുവിന്റെ ശബ്ദം കേൾക്കുമ്പോ, ഗുരുവിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോ, ഗുരുമന്ദിരത്തിന് അരികിലൂടെ പോകുമ്പോ തലക്കെട്ടുകാരൻ മത്തായി എന്നറിയപ്പെടുന്ന ചെങ്ങന്നൂർകാരൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടാവണമല്ലോ, പാറയ്ക്കൽക്കാരുണ്ടല്ലോ. മുളക്കുഴ, പാറയ്ക്കൽ, കോട്ട പ്രദേശത്തുകാർ ഇവിടെ ഉണ്ട്. കൊച്ചുകളിക്കൽ വീട്ടിൽ ശങ്കരമൂപ്പള്ളി തൊട്ടപ്പുറത്ത് ചെങ്ങന്നൂരിന്റെ ചന്തമാനകരായിരുന്ന മാത്തന്റെയും ചേച്ചിയമ്മയുടെയും 10 മക്കളെ ഏറ്റവും ഒടുവിലത്തെ സന്താനമായ മത്തായി, ചെങ്ങന്നൂർ മത്തായി. ആരെ കണ്ടാലും തലയെ കെട്ടടിക്കാത്ത മത്തായി, ആരുടെ മുന്നിലും തലകുനിക്കാത്ത മത്തായി, തലക്കെട്ടുകാരൻ മത്തായി. എന്തുകൊണ്ട് ഗുരുവിനെ ആരെങ്കിലും പറയുമ്പോ, ഗുരു എന്ന ശബ്ദം കേൾക്കുമ്പോ, നാരായണ ഗുരുസ്വാമി എന്ന് കേൾക്കുമ്പോ, ദൈവദർശനം കേൾക്കുമ്പോ ആ തലയെ കെട്ടടിച്ച് കൈകൾ ഉദരത്തോട് ചേർത്ത് തോളുകൾ ഇത്തിരി പൊക്കിപ്പിടിച്ച് നിൽക്കുന്നു. അറിയുമോ? അറിയണം. ആ മത്തായിയുടെ അനുഭവം നിങ്ങളോട് പറയും. മൂകം കരോതി വാചാലം ലംഘും പങ്കയതേ ഗിരി. മൂകന് സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുന്ന തമ്പുരാൻ നാരായണ ഗുരുസ്വാമി. 11 വയസ്സുവരെ സംസാരിക്കാൻ കഴിവില്ലാതിരുന്ന മാത്തന്റെയും പേച്ചിയമ്മയുടെയും മകനായ 10 മക്കളിൽ 10ാമനായ ആചാരബാഹുവായ മത്തായി സംസാരിച്ചത് ഗുരുവിന്റെ അനുഗ്രഹത്താലാണ്. ഗുരുവായിരുന്നു സർവം. 2004 മരിക്കുന്നവരേക്കും ഗുരുവായിരുന്നു സർവം. അങ്ങനെ ഗുരുവിന്റെ ദർശന ഗരിമയെ, ജീവിതത്തിന്റെ മഹത്വത്തെ അങ്ങനെ പ്രകമ്പനം ചെയ്യുന്ന, പ്രഘോഷണം ചെയ്യുന്ന, പ്രസരിപ്പിക്കുന്ന, പ്രോജ്വലിതമാക്കുന്ന ധാരാളം തെളിവുകൾ ജീവിച്ചിരിക്കുന്നു, നമ്മെ കാത്തിരിക്കുന്നു. യഥാർത്ഥ ഗുരുഭക്തർക്ക്, നിരുക്ത ഗുരുഭക്തർക്ക്
സ്വാമി സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നു അനേക കോടി മൺതരികൾ ഗുരുവിന്റെ കഥകൾ പറഞ്ഞു തരാൻ. ഗുരുവിന്റെ ദർശനത്തെ, ആ പാദങ്ങളിൽ നിന്ന് നടന്നു വീണ മൺതരികളെ വിഭൂതി എന്ന വണ്ണം ശിരസിലണിയാൻ കഴിയുന്നവർക്ക് ആ മൺതരികൾ കഥ പറയും, പറഞ്ഞു തരും. അങ്ങനെ പറയുന്നതിന്, അറിയുന്നതിന് ഉള്ള ഭാഗ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ ഇരുന്ന അവസരത്തിൽ ഇങ്ങനെ ഓരോ മുഖത്തൂടെ എൻ്റെ കണ്ണുകളിങ്ങനെ നടക്കുക. ഇപ്പൊ ചിലരെങ്കിലും ആലോചിച്ചിട്ടുണ്ട്, ഒരു പരിചയമില്ല, ആ മനുഷ്യൻ സ്റ്റേജിൽ കയറി ഞങ്ങളെ സ്കാൻ ചെയ്യുകയാണ്. അപ്പോൾ പലരുടെയും മുഖത്ത് നല്ലൊരു ഘോഷയാത്രയൊക്കെ വന്ന് കണ്ടു. പിന്നെ എന്താ വികടകടുവായ സംസ്കൃതം ഒന്നും അല്ലെ, കടിച്ചാ പൊട്ടാത്ത ഒരു എന്താ അല്ലെ, ഒരു കുഴപ്പമില്ലാത്ത നമ്മൾ ഒരു പരിപ്പോടയൊക്കെ കഴിച്ചു അല്ലേ, നല്ലൊരു പരിപ്പോടയൊക്കെ കഴിച്ചു. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഇനി എപ്പോഴാണ് ആ ഒരു മനുഷ്യൻ നിർത്തുക? മുഖ്യപ്രഭാഷണമല്ലേ, 3 മണിക്കൂർ നീണ്ടുപോകും. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം മോശമായി പോകുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണെന്ന് അറിയില്ല, പലരും അത്യന്ത ധൈര്യതയോടെ, കാംക്ഷിക്കുന്ന മുഖത്തോടെ, കരിഞ്ഞുണങ്ങിയ ഭാവത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കാലഘട്ടമായി. ഒന്ന് തിരിഞ്ഞു നോക്കൂ നിങ്ങൾ. ഏതെങ്കിലും മുഖത്തിന് അങ്ങനെ ഒരു കരിഞ്ഞ ഭാവമുണ്ടോ? എല്ലാ മുഖങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ഗുരുദേവ ചൈതന്യത്തിന്റെ തിളക്കം. ആ തിളക്കം നൽകുന്ന സുന്ദരമായ മന്ദഹാസത്തിന്റെ തെല്ല്. ഞാൻ പറയുന്നു, വീണ്ടും കാണും വരേക്കും ഈ സുന്ദരമായ മന്ദഹാസത്തിന്റെ തെല്ല് നിങ്ങളുടെ ഗുരുദേവ ഭക്തി കൊണ്ട് നിറഞ്ഞ ഹൃദയങ്ങളിൽ നിന്ന്, ഈ സുന്ദരമായ മുഖത്തെ, അതിലേറെ സുന്ദരമായ ചുണ്ടുകളിൽ നിന്ന് മായാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയൊരു ദൗത്യവുമായിട്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഇവിടെ വന്ന് ഘോഷയാത്ര കണ്ട് ചുറ്റിക്കറങ്ങി പരിപ്പുടയും കഴിച്ചു, പായസം കഴിച്ചു മടങ്ങിപ്പോകാൻ വേണ്ടിയാണ് വന്നതെങ്കിൽ തെറ്റി. കാരണം ഞാൻ അധികം ദൂരേക്ക് പോകാറില്ല. കാരണം എനിക്ക് പ്രഭാഷണം കഴിഞ്ഞാൽ വീട്ടിൽ പോകും. വൈകുന്നേരം വീട്ടിൽ വരുന്നതാണ് എൻ്റെ ഒരു ശീലം. അപ്പൊ നെടുങ്കണ്ടത്തുനിന്ന് എത്ര ദൂരെയുള്ള സ്ഥലത്ത് പോയാലും ഏത് പാതിരാത്രിയാണെങ്കിൽ സെൽഫ് ഡ്രൈവാണ് ഞാൻ. ഹൈറേഞ്ചിൽ തന്നെ വണ്ടി ഓടിച്ചു പോകും, വീട്ടിൽ ചെന്നു. രാവിലെ 7:30 ഓഫീസിലെത്തണം, നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് അധികം ദൂരേക്ക് അങ്ങനെ യാത്ര ചെയ്യലില്ല. പക്ഷെ ഇന്ന് വന്നു, വലിയൊരു ദൗത്യം സ്വാമി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ ദൗത്യം? എന്നെ കാത്തിരിക്കുന്ന ഇത്രയ്ക്കധികം ആൾക്കാരെ, ഗുരുഭക്തരായ ആൾക്കാരുടെ ഉള്ളിലേക്ക് ദർശന ഗരിമയുടെ ഏതാനും ദീപനാളങ്ങൾ ഇട്ട് കൊടുക്കുക. അത് വളരണം, ജ്വലിക്കണം. അത് ഇന്ന് നമ്മെ കാണാത്ത, ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാർക്ക് അവരുടേതായ കാര്യങ്ങൾ കൊണ്ട് വരാൻ കഴിയാത്തതാണ്. അവരുടെ ഹൃദയത്തിലേക്ക് പറയുവാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവണം, നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ നാവുകൾ ഓരോന്നും സപ്തജിഹ്വകളായി, അഗ്നിയുടെ സപ്തജിഹ്വകളെ പോലെ 7 ജിഹ്വകളായി, രസനകളായി അവരുടെ ശ്രോത്രങ്ങളിലേക്ക് ഈ ദർശന ഗിരിമയുടെ നന്മയെ പ്രചോദിപ്പിക്കുവാൻ, പ്രകാശിപ്പിക്കുവാൻ, പ്രശോഭിപ്പിക്കുവാൻ, ജ്യോതിപ്പിക്കുവാൻ അവസരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ശ്രീനാരായണ സമിതത്തിൽ സമർപ്പിക്കുന്നു. നന്ദി.